ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ഉമറുൻ നസഫി റളിയല്ലാഹു അൻഹു രചിച്ച അൽ അഖായിദുൻ നസഫിയ എന്ന മത്നിനിക്ക് ബഹുമാനപ്പെട്ട സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു എഴുതിയ ഷറഹാണ് ഷറഹുൽ അഖായിദ്. അതാണ് ഇപ്പോൾ നമ്മൾ ഓതാൻ പോകുന്നത്. അതിൻ്റെ ഹയാലൊക്കെ ആണെങ്കിൽ കൂട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വിധിയുണ്ടെങ്കിൽ പിന്നീട് ഓതാം. ഇപ്പം നമുക്ക് ആദ്യം ഏതോതുക? ഷറഹുൽ അഖായിദ് അങ്ങ് ഓതുക. ഷറഹ് എന്ന് പറയരുത് ഷെർഹ്, റായിന് സുക്കൂൻ. അഖായിദ എന്ന് പറയരുത് അഖായിദ്. ഇങ്ങനെയാണ് അതിൻ്റെ നല്ല രീതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹി, സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ്. അൽ മുതവഹിദി, ഏകനായവനായ. എന്തുകൊണ്ട് ഏകനായി? ബി ജലാലി ദാത്തിഹി, അവൻ്റെ ജലീലായ ദാത്ത് കൊണ്ട്. സിഫത്തിനെ മൗസൂഫിക്ക് ഇളാവത്ത് ചെയ്തിരിക്കുകയാണ്, മസ്തറിനെ അതിന് സിഫായിൻ്റെ മാനിയിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ദാത്തിഹിൽ ജലീലത്തി എന്നാണ് കഴിഞ്ഞത്. വ കമാലി സിഫാത്തിഹി, അവിടെ അങ്ങനെ തന്നെ അവൻ്റെ കാമിലത്തായ സിഫാത്തുകളുടെ കൊണ്ടും ഏകമായവനായ. അഥവാ അള്ളാഹുവിൻ്റെ ഈ കാമിലായ സിഫത്ത് അള്ളാഹ്ക്കേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ ജലീലായ ദാത്തായിരിക്കേ ഉള്ളൂ, അള്ളാഹ്ക്കേ ഉള്ളൂ. അങ്ങനെയുള്ള അൽ മുത്തഖദ്ദിസി, പരിശുദ്ധമായവനായ. ഫി നുഊത്തിൽ ജബറൂത്തി, ജബറൂത്തിൻ്റെ വിശേഷണങ്ങളിൽ. അള്ളാഹുവിന് ജബ്ബാരിയത്ത് എന്നുള്ള സിഫത്തുണ്ടല്ലോ, അതോടുകൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ റഹീം എന്നുള്ള വസ്ഫൊക്കെ അതുമുണ്ട്. അപ്പോൾ ജബ്ബാറാവുക എന്ന് പറയുന്ന നുഊത്തിൽ പരിശുദ്ധനമായവനായ. എന്തിനെ തൊട്ട് പരിശുദ്ധനായി? അൻ ഷവാഇബിൻ നഖ്സി, നഖ്സിൻ്റെ എല്ലാ കലർപ്പിനെ തൊട്ട്. നമുക്കിപ്പോൾ നഖ്സിൻ്റെ സിഫത്തായിട്ട് ഇപ്പം എന്തൊക്കെ പറയാൻ പറ്റും? ഓൻ മരിച്ചു പോലോ, ഓനൊത്ത് തിരിയിലോലോ, അങ്ങനെയൊക്കെയല്ല ഒരാളെ പറ്റി, മഹ്ലൂക്കിനെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുക. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെയാണ്. നഖ്സിൻ്റെ ഒരു ചെറിയ ഒരു കലർപ്പ് പോലും ഇല്ല, അതിനെ തൊട്ടൊക്കെ പരിശുദ്ധനാണ്. സിമാത്തിഹി, നഖ്സിൻ്റെ എല്ലാ അടയാളങ്ങളെ തൊട്ട്. വസ്സലാത്തു അലാ നബീഹി, മുത്തനബി അള്ളാൻ്റെ നബീൻ്റെ മേൽ അള്ളാൻ്റെ സലാത്തുണ്ടാവട്ടെ. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മുഅയ്യദി, ബലം നൽകപ്പെട്ട. ബിസാത്തിഇ, സീന് ത്വാവ് ഐന്, സാത്തിഇ ഹുജജിഹി, ഉയർന്ന ഹുജ്ജത്തുകൾ കൊണ്ടും. അങ്ങനെ തന്നെയാണ് സിഫത്തിന് വസൂലാത്ത് ഇത് കാണുന്നത്. ഉയർന്ന ഹുജ്ജത്തുകളെ കൊണ്ട് ബലം നൽകപ്പെട്ടവരായ. വവാളിഹി ബയ്യിനാത്തിഹി, നല്ല വെളിവായ ബയ്യിനത്തുകളെ കൊണ്ടും ബലം നൽകപ്പെട്ടവരായ. ബയ്യിനത്തും ഹുജ്ജത്തും വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. വഅല ആലിഹി വഅസ്വാബിഹി, ആലി സ്വഹബിൻ്റെ മേലും ഉണ്ടാവട്ടെ. എങ്ങനെയുള്ള സ്വഹാബാണ്? ഹുദാത്തി, ഹാദിൻ്റെ ജമ്മാണ് ഹുദാത്ത്, നാഹിൻ ജമ്മു നുഹാത്ത്, കാളിൻ ജമ്മു കുലാത്ത്. ഹുദാത്തി ത്വരീഖിൽ ഹഖ് വഹുമാത്തിഹി, സത്യത്തിൻ്റെ വഴിയുടെയും കാവൽ ഭടന്മാരായ. വഹുമാത്തിഹി, അല്ല, ഹുമാത്തിൻ്റെ അകത്ത കാവൽ ഭടന്മാർ. ഹക്കിൻ്റെ ത്വരീഖിനെ നമുക്ക് കാണിച്ചു തരുന്നവരും അതിൻ്റെ കാവൽ ഭടന്മാരും അതായിരിക്കുന്ന അസ്ഹാബ്. വബഅദു ഫഇന്ന മബ്ന ഇൽമി ശറാഇ വൽ അഹ്കാം, നിശ്ചയമായിട്ടും ശരീഅത്തിൻ്റെ ഇൽമിൻ്റെ അടിത്തറയാവുന്നത്. മബ്നാന്ന് ഏതുമേൽ എടുത്തു അതിനാണ് മബ്ന അറിയുക. മാ ബുനിയ ഷൈഉ അലൈഹി. വൽ അഹ്കാമി, എല്ലാ ദീനിയായ ഹുക്മിനെക്കുറിച്ചുള്ള ഇൽമിൻ്റെയും മബ്നയാവുന്നത്. പിന്നെ വ അസാസാന്ന് വായിക്കുക, അവിടെ കത്തപ്പാക്കിയിട്ട് മബ്ന കത്തപ്പാക്കിയിട്ട്. അസാസും മബ്നിയും ഒന്നിനെ. വ അസാസ ഖവാഇദി അഖായിദിൽ ഇസ്ലാം, ഇസ്ലാമിലെ വിശ്വസിക്കപ്പെടേണ്ട കാര്യങ്ങളുടെ എല്ലാ തൂണുകളുടെയും അടിവേര് മബ്നയാവുന്നത്. ഈ തൂണ് എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നോ അത് കായിദത്തിൻ്റെ എമ്മാണ് ഖവായിദ്.
അതല്ലെങ്കിൽ കായികത്തിന് നിയമങ്ങൾ ഉണ്ടാവും. കായികത്ത് നമ്മൾ സാധാരണ പറയില്ല, നിയമങ്ങൾ എന്നറിയില്ല കായിക. അപ്പോൾ വിശ്വാസപരമായ വിഷയങ്ങളുടെ കായികകളുടെ അടിത്തറകളാവുന്നത് അസാസ് ഹുവ ഇൽമു തൗഹീദ് വസ്സിഫാത്ത്. ഫിഖ്ഹൊക്കെ പിന്നെ ഏതാണ് ഇൽമു തൗഹീദ്. ഇൽമു തൗഹീദാണ് അള്ളാഹ് ഏകനാണ് സ്ഥാപിക്കുന്ന ഇൽമു. വസ്സിഫാത്ത് അള്ളാഹുവിൻ്റെ സിഫത്തും സ്ഥാപിക്കുന്ന ഇൽമു. ഇൽമു തൗഹീദ് വസ്സിഫാത്ത്. അൽ മൗസൂമി ബിൽ കലാം എങ്ങനെയുള്ള ഇൽമാണ്? അൽ മൗസൂമു എന്ന് വായിക്കാം. എങ്ങനെയുള്ള ഇൽമാണ്? അതിന് അൽ കലാം എന്ന് പേര് വെക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഇൽമുൽ കലാം എന്ന ആൾക്കാരുടെ പേര്. ആദ്യകാലത്ത് ഇൽമുൽ കലാം എന്നറിയും. ഇപ്പം അവിടെ ചുരുക്കിയിട്ട് എന്ത് പറയും? അഖീദ എന്നൊക്കെ പറയും. അപ്പോൾ ഇൽമുൽ കലാം എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ട ഇൽമു തൗഹീദ് വസ്സിഫാത്താണ് ഈ പറഞ്ഞതിൻ്റെ കമ്മപ്പന. അൽ മുൻജി എങ്ങനത്തെ ഇൽമു തൗഹീദാണ്? രക്ഷിക്കുന്ന. എന്തിനെ തൊട്ട്? വൻ അയാഹിബി ഷുക്കൂക്ക് സംശയങ്ങളുടെ കൂരിരുട്ടുകളെ തൊട്ട്. ളുലുമാത്തിൽ ഔഹാം ഊഹാപോഹങ്ങളുടെ ഇരുളുകളുടെ തൊട്ട്. ഈ സംശയം എന്ന് പറഞ്ഞത് വല്ലാത്തൊരു പ്രശ്നമാണ്. ഫീ ഖുലൂബിഹിം മറളുൻ ആരെ പറ്റി പറഞ്ഞത്? അതിനകത്താണ് ഓർക്ക് ഷെക്കുണ്ട് എന്നാണ് മുഫസ്സിരീൻ തഫ്സീറുകാരുണ്ട്. മറന്ന് പറഞ്ഞാൽ ഷെക്കുൻ. അപ്പോൾ ഷെക്ക് എന്ന് പറയുന്നത് ഒരു കൂരിരുട്ടിനോട് തുല്യമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഊഹാപോഹങ്ങളും പല തോന്നലുകളും കൽബിലേക്ക് ഇങ്ങനെ വരിക. ഷക്കാവുമ്പോൾ 50-50 കാരണം, വഹുമാകുമ്പോൾ എത്ര ഉണ്ടാവുള്ളൂ? 25% ഉണ്ടാവുള്ളൂ. ഓരോ തോന്നലാത്തുകളുടെയും അതിൻ്റെ ഇരുളുകളും ഷെക്കിൻ്റെ കൂരിരുട്ടും അതിനെ തൊട്ടൊക്കെ രക്ഷിക്കുന്നതായ ഇൽമു തൗഹീദ് വസ്സിഫാത്ത്. ഈ ഇൽമാണ് പഠിച്ചാൽ പിന്നെ കൽബ് ഷെക്കും ഉണ്ടാവില്ല, വഹമും ഉണ്ടാവില്ല, യഖീനേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ആയപ്പോൾ ഇനിയിപ്പോൾ എന്തായിട്ടില്ല? ഇവിടെ ആയപ്പോൾ എന്നായിട്ടില്ലല്ലേ? ആണ് അല്ലേ? ഇന്നെ ഖബറല്ല ഇപ്പോൾ വായിച്ചേ. ഇനി കഴിഞ്ഞിട്ടില്ല. ഇന്നൽ മുഖ്തസറൽ മുസമ്മ സുഹറിൻ കുബ്രി മക്കളെ നെത്തിജ കിട്ടുക. ഇപ്പോൾ സുഹറ വിട്ടിട്ടുള്ളൂ. എന്താണ് പറഞ്ഞത്? മബനയാവുന്നത് ഇത് ഇൽമു തൗഹീദാണ് എന്ന് ഒരു സുഹറ പറഞ്ഞു. ഇനി കുബ്ര പറയട്ടെ. ഇന്നൽ മുഖ്തസറൽ മുസമ്മ ബി അൽ അഖായിദ്. അൽ അഖായിദ് എന്നുകൊണ്ട് പേര് വെക്കപ്പെട്ട ഒരു കുഞ്ഞി കിതാബ് ആർക്കുള്ളതായാലിൽ ഇമാമിൽ ഹുമാമായ ഇമാമിനുള്ള ഏറ്റവും മഹാനാകാരിക്കുന്ന ഒരു ഇമാമിനിക്കുള്ള ഖുദുവത്തി ഉലമായിൽ ഇസ്ലാമിലുള്ള എല്ലാ ആലിമീങ്ങൾക്കും ഒരു പിന്തുടരാൻ പറ്റുന്ന ഖുദുവത്ത് ആയ നജ്മിൽ മില്ലത്തി വദ്ദീൻ, ഈ ഇസ്ലാം ദീനിൻ്റെയും ഈ മില്ലത്തിൻ്റെയും നക്ഷത്രമായ അതാ ആരാണ്? ആള് ഉമറൻ നസഫി റളിയല്ലാഹു അൻഹു. മഹാനർക്കുള്ളതായ അൽ അഖായിദ് എന്ന് പേരുള്ള ആ കൊച്ചു കിതാബ്. അല്ലാഹു ദർജത്തു ഫി ദാരിസ്സലാം ആമീൻ. നാളെ ദാറുസ്സലാം എന്ന് പറയുന്ന സ്വർഗത്തിൽ അല്ലാഹു അദ്ദേഹത്തെ ദർജ ഉയർത്തട്ടെ. എന്താണ്? യസ്തമിലു ചുറ്റുന്നതുമാണ് മിൻ ഹാദൽ ഫന്നി, ഞാൻ നേരത്തെ പറഞ്ഞ ഫന്നിൽ നിന്ന്, ഇൽമു തൗഹീദ് സിഫാത്തില്ലേ, അതിൽ നിന്ന് എന്തിൻ്റെ മേൽ ചുറ്റി? അലാ ഉറരിൽ ഫവായിദി. എൻ്റെ കിതാബിൽ ഫറായിദ് എന്നുള്ള എന്താകും? ഫവായിദ് എന്നാക്കണം. എങ്ങനെയുള്ളത്? വാവന്നെ റാ, അത് ഫവായിദ് എന്നാക്കണം. ഫായിദങ്ങളെ കൂട്ടത്തിൽ നിന്ന് നല്ല വെളുത്തവകളുടെ മേലിൽ നിന്നാണ്. ഉറത്ത് പറഞ്ഞാൽ വെളുത്ത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നല്ല അഫ്ളൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫായിദൻ്റെ കൂട്ടത്തിൽ നിന്ന് നല്ല അഫ്ളലിൻ്റെ മേലിൽ ചുറ്റിയതാണ്. ദുറരിൽ ഫറായിദി, ഒറ്റ മുത്തുകളാ. ദുറരിൽ ഫറായിദി, ഒറ്റയാരായിരിക്കുന്ന മുത്തുകളുടെയും മേലിലും ചുറ്റിയതായപ്പോൾ ഫറായിദ് അടറാ ദുററുൽ ഫറായിദ്. ഫർദ് എന്ന് പോന്ന് ഒറ്റ മുത്ത് എന്ന് വെച്ചാൽ ഞാൻ ഒറ്റ അവിടെ ഫറായിദാക്കിയാല. ഫീ ളിംനി ഫുസൂൽ, കുറേ ഫസ്ലുകളുടെ ഉള്ളിലായിക്കൊണ്ട് കുറച്ച് ഫസ്ലുകളുണ്ടാവും.
ഹിയ ലിദ്ദീനി ഖവാഇദു വ ഉസൂൽ. അത് ഈ വിശ്വാസപരമായ കാര്യത്തിന്, ഈ ദീനിന് കായിദകളും അസ്ലുകളുമാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന പിന്നെ ഉററുൽ ഫവായിദിൻ്റെയും പിന്നെ ദുററുൽ ഫറായിദീൻ്റെയും മേലിൽ ചുറ്റിയതാണ് ബഹുമാനപ്പെട്ടവരുണ്ടാക്കിയ ഈ കിതാബും. അസ്നായി നുസൂസ്, കുറേ നസ്സുകൾക്കിടയിലൂടെയും. ഹിയലിൽ യഖീനി ജവാഹിറു ഫുസൂസ്, അതൊക്കെ യഖീൻ എന്ന് പറയുന്ന സംഗതിക്ക് ജൗഹറുകളും പിന്നെ ഫുസൂസ് പീഠങ്ങളുമാണ്. ഈ മോതിരത്തിൽ പീഠം വെക്കൂലേ, അതിനെ ഫുസൂസ്. മുത്തുകളും പീഠങ്ങളുമാണ്. എങ്ങനെയാണത്? കോയത്തിമിനെ തങ്കീവ് തഹദീബ്, കിതാബ് പരത്തി പറഞ്ഞുങ്ങാണ്ട് ചടപ്പിച്ച കിതാബല്ല. പിന്നെ കോയത്തിൻ, അങ്ങേ അറ്റത്തോടു കൂടെ, പിന്നെ തങ്കീഹി വ തഹദീബ്, കേട് കഴിക്കലിൽ നിന്നും ശുദ്ധീകരണത്തിൽ നിന്നുമുള്ള അങ്ങേ അറ്റത്തിൻ്റെ മേലിൽ പരമാവധി ഒരു ശുദ്ധിയാക്കിയാണ് എല്ലാ കേടും തീർത്തുകയാണ്. അങ്ങനെയുള്ള ഒരു മത്തിന ഇവരുടെ കിതാബ്. വ നിഹായത്തി മിൻ ഹുസ്നി തൻളീമി വ തർതീബ്, മൂപ്പരത് ക്രമപ്പെടുത്തലിൻ്റെയും കോർവയാക്കലിൻ്റെയും മൊഞ്ചിൽ നിന്നുള്ള അങ്ങേ അറ്റത്തിൻ്റെ മേലിലും മുസ്തമിലാണ്. അങ്ങനെയുള്ള ഒരു കിതാബാണ് ബഹുമാനം. ഇപ്പോൾ സൂറയായി കുബ്രിയായി. ഈ സൂറയും കുബ്രിയും ഒത്തപ്പോൾ ഫഹാവൽതു എന്നാ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഹാവൽതു, അപ്പം ഞാൻ ഉദ്ദേശിച്ചു, അൻ അഷ്റഹു, ആ അഖായിദ് എന്ന കിതാബിനെ ഒന്ന് ഷറഹ് ചെയ്യാൻ. ഷറഹൻ, ഒരു ഷറഹ്. എങ്ങനത്തെ ഒരു ഷറഹ്? ഇനി ഇവിടെ നാൾ ഫുള്ള് അതിൻ്റെ ഷറഹിന് സിവത്ത വായിക്കാൻ പോകുന്നത്. യുഫസ്സിലു മുജ്മലാത്തിഹി, ആ മത്തനിൽ മൂടലാക്കപ്പെട്ടതിനെ ഇത് വ്യക്തമാക്കും, പിന്നെ വിശദീകരിക്കും. യുബയ്യിനു മുഅള്ളിലാത്തിഹി, അതിൽ ഷുയ്പ്പാക്കുന്നതിനെ വിവരിക്കും. എന്താ ഈ പറഞ്ഞത്, എന്താ ഈ പറഞ്ഞത് കണ്ട് കടന്നിട്ട് ആളിട്ട് കുഴക്കുമല്ലോ. ആ ജാതി ഷുയ്പ്പാക്കുന്നതിനൊക്കെ അങ്ങോട്ട് പിന്നെ വിവരിച്ചു തരും. വ യൻഷുറു മത്വിയാത്തിഹി, അതിൻ്റെ ചുരുളുകളിൽ ചുരുട്ടി വെക്കപ്പെട്ടതിനെ അത് വിടർത്തി കാണിക്കും, പരത്തി എടുത്തിടും. വ യുൽഹിറു മക്നൂനാത്തിഹി, അതിൽ ഒളിച്ചു വെക്കപ്പെട്ടതിനെ വെളിവാക്കി തരികയും ചെയ്യും. തൗജീഹില്ലിൽ കലാം, അയാൾ മൂപ്പര പറഞ്ഞ സംസാരത്തിനിക്ക് ന്യായീകരണം പറയലോടുകൂടെ. മാത്തിനി എന്ന വിഷയങ്ങൾ പറയുള്ളൂ, മൂപ്പര എന്നെ എന്ത് പറഞ്ഞിട്ടുണ്ടാവില്ല, ന്യായീകരണം പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ന്യായീകരണത്തോടു കൂടെ ഫി തങ്കീഹിൻ, തന്നെ കേട് തീർക്കുന്നതിൽ കലാമിനിക്കുള്ള ന്യായീകരണം പറയലോടുകൂടെ. തമ്പീഹിൻ അലൽ മറാം, ലക്ഷ്യത്തിൻ്റെ മേൽ ഉണർത്തലോടുകൂടെയും ഫി തൗലീഹിൻ, വിവരണത്തിൻ്റെ ഇടയിലൂടെ. തഹ്ഖീഖിൽ മസായിലി, അതിലുള്ള എല്ലാ മസലകളെയും പറഞ്ഞ് സ്ഥാപിക്കലോട്, ലക്ഷ്യം പറഞ്ഞ് സ്ഥാപിക്കണേന്ന് എന്താ പറയുക, തഹ്ഖീഖ് എന്നറിയാം. ഹിബ്ബ തക്രീറിൻ, ഹിബ്ബ് എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്നർത്ഥം. ഹിബ്ബ തക്രീറിൻ, പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ ആ മസലനെ ഒന്ന് പറഞ്ഞ് ലക്ഷ്യം പറഞ്ഞ് സ്ഥാപിക്കും. അപ്പോൾ തദ്ഖീഖ് ദലായിലി, ഇനി ആ ദലീലുകൾക്കും ഒരു ദലീൽ പറയും. തദ്ഖീഖും തഹ്ഖീഖുള്ള മാറ്റാണ്. ദലീലിനും ദലീൽ പറയുന്നത് എന്താ പറയുക, തഹ്ഖീഖ് അറിയാം. ഒരു ദലീൽ പറയും, ആ ദലീലാകാൻ ആവശ്യമായത് കൂടി പറയുന്നത് എന്താ പറയും, പിന്നെ തദ്ഖീഖ് എന്നറിയും. ഇസിറ തഹരീറിൻ, അത് പറഞ്ഞ് സ്വതന്ത്രമാക്കിയതിന് ശേഷം. അപ്പോൾ തഫ്സീരിൽ മഖാസിദി, മഖ്സൂദുകളെ തഫ്സീർ ചെയ്തതിനോടുകൂടെയും വഅദ തംഹീദിൻ, അടിത്തറ പാകിയതിന് ശേഷം. അടിത്തറ പാകി ഇങ്ങനെ കൊടുത്തിട്ട് മഖ്സൂദുക്കാണ്ട് വിശദീകരിക്കും. ആദ്യം ഇങ്ങനെ അടിത്തറട്ട് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ഇപ്പോഴത്തെ കിതാബ് ശൈലി അങ്ങനെ പറഞ്ഞത്, ഇൽമുണ്ടാകാനുള്ള മാധ്യമം എന്തെല്ലാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകണത് തന്നെ. ആദ്യം മുപ്പരിങ്ങനെ തറട്ട് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ തക്സീരിൽ ഫവായിദി മഅ തജ്രീദ്, ഫായിദകളെ പെരുപ്പിക്കും. എഴുതിങ്ങാണ്ടെന്ത് ചെയ്യില്ല, മഅ തജ്രീദിൻ, ആവശ്യമുള്ളതൊക്കെ ഒഴിവാക്കണേ തജ്രീദ്, അനാവശ്യമായതൊക്കെ ഒഴിവാക്കണേ തജ്രീദ് അറിയാം. ത്വാവിയൻ കശ്ഹൽ മക്കാൽ, വാക്കിൻ്റെ ഊരയെ ചുരുട്ടിയവനാ നിലയിൽ എന്തിനെ തൊട്ട്, അനിൽ ഇത്താലത്തി വല്ലിംലാൽ, നീട്ടിപ്പരത്തി പറയില്ല തൊട്ടും
ചടപ്പിക്കലിനെ തൊട്ടും. നീട്ടിപ്പരത്തി പറഞ്ഞാൽ ഈ ആര് ചടപ്പ് തോന്നുമല്ലോ. അപ്പോൾ രണ്ടൊന്നും തന്നെ ഏകദേശം ഇത്താലത്തും ഇല്ലാലും. അപ്പം ചടപ്പിക്കലിനെ തൊട്ടും ദീർഘിപ്പിച്ച് പറയലിനെ തൊട്ടും സംസാരത്തിൻ്റെ ഒരു ചുറ്റുക എന്ന് പറഞ്ഞാൽ പരത്തി പറയില്ല എന്ന്. മുത്തജാഫിയൻ അകന്നവനാ നിലയിലും തൊർഫയിൽ ഇഖ്തിസാദ് മിതനിലയുടെ രണ്ട് തൊർഫിനെ തൊട്ടും. മിതനിലയുടെ രണ്ട് തൊർഫ് ഏതൊക്കെയാണ് ഇനി അതിൽ വായിച്ച്. അഥവാ അൽ ഇത്നാബി വലിയ ഖിലാൽ, ആവശ്യത്തിന് അപ്പുറം പറയലിൻ്റെയും ആവശ്യം ആയത് മുഴുവൻ കമ്മി വരുത്തലിനെയും. ഇഖ്ലാൽ കാരണം ആവശ്യമുള്ളതിന് കമ്മി വരുത്തലാണ് എന്താ പറയുക ഇഖ്ലാൽ കാരണം. ആവശ്യത്തിന് അപ്പുറം പറയാൻ എന്താ പറയുക ഇത്നാബ് അറിയാം. ആ രണ്ട് തൊർഫിനെ തൊട്ടും പിന്നെ അകന്നവനാ നിലയിൽ എന്ന് പറഞ്ഞാൽ പാകത്തിനെ പറയുള്ളൂ എന്നായിപ്പോൾ. വല്ലാഹുൽ ഹാദി, അള്ളാഹു ആണ് ചേർക്കുന്നവൻ ഇലാ സബീരി റഷാദ്, സൽപാന്താവിലേക്ക്. വൽ മസ്ഊലു ചോദിക്കപ്പെടുന്നത്, വൽ മസ്ഊലു ചോദിക്കപ്പെടുന്നവനും അവനാണ്. ഇതിൽ ഇസ്മത്തി വസ്സദാദ് സുരക്ഷിതത്വവും നേർക്ക് നേരെ പോകലിനെയും എത്തിക്കലിനെ ചോദിക്കപ്പെടുന്നവൻ അവനാണ്. വഹുവ ഹസ്ബി, അവൻ എനിക്ക് മതിയാക്കി തരുന്നവനാണ്. വനിയമൽ വക്കീൽ, ഫലമേൽപ്പിക്കപ്പെടുന്നതിന് ജിൻസ് വളരെ നല്ലത്, മധുരുദ്ദേശിക്കപ്പെട്ടത് അള്ളാഹുവാണ്. ഏലം നീ അറിയണം. അന്നൽ ഹക്കാമ ഷറയ്യത്ത, നിശ്ചയമായിട്ടും ഷറയ്യ ഹുക്കുമുകൾ മിൻഹാദിൻ്റെ കൂട്ടത്തിലുണ്ട്. ഒന്ന് യഥാലക്കു, അത് ബന്ധിക്കും. ബി കൈഫിയത്തിൽ അമലി, ഒരു മുക്കല്ലഫിൻ്റെ അമലുമായി ബന്ധിക്കും. അങ്ങനത്തെ ഒന്നും ഹക്കാമിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇനി വേഷം ഒമിന്നഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി അടി വന്ന് മുഴത്തരുത് പറയാണ്. അതിന് ഫറയ്യ അമലി എന്ന അമലിയ എന്ന അതിന് പേര്. ഒമിന്ന അഹ്കാം ഷറയത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. ഒന്ന് യഥാലഖുബിൽ എഴുത്തിക്കാതി, വിശ്വാസവുമായി ബന്ധിക്കണതാണ്. പുത്തസമ്മ അസ്ലിയ എത്തിക്കാദിയ, അതിനെന്താ പേര് അസ്ലിയ. അപ്പോൾ അസ്ലിയ എത്തിക്കാദിയ എന്ന പേരുള്ള വിശ്വാസപരമായി ബന്ധപ്പെട്ട ഹുക്കുമുകളും ഹുക്കുമിൻ്റെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ഫർഇയ്യ അമലിയ എന്ന പേരിൽ പറയപ്പെടുന്ന കർമ്മങ്ങളുടെ കൈഫിയത്തുമായി ബന്ധപ്പെട്ട ഇൽമിൻ്റെ കൂട്ടത്തിലുണ്ട്, ഹക്കം ശറയത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ തുസമ്മ അസ്ലിയത്തിക്ക് ഇൽമുൽ മുതഅല്ലിഖ് ബില്ലൂല, ആദ്യത്തുമായി ബന്ധിച്ച് നിൽക്കുന്ന ഇൽമിന് യുസമ്മ പേര് പറയപ്പെടും ഇൽമു ശറാഇ വൽ അഹ്കാം. അതിനത് പേര് ഇൽമു ശറാഇ വൽ അഹ്കാം എന്നാ പേര്. എന്താ പേരിടാൻ കാരണം? ലിമാൻ ഹൻസമാട്ടം, ഈ ഇൽമുകൾ ആയതിന് വേണ്ടി ലാതുസ്തപാതു സമ്പാദിക്കപ്പെടൂല ഇല്ലാമി ജിഹത്തി ഷറായി, ഷറായിൻ്റെ ഭാഗത്ത് കൂടി അല്ലാതെ. ഷറ പറഞ്ഞു തരണം, നമസ്കാരം നിർബന്ധമാണ്, മറ്റ് നിർബന്ധമാണ്, സുന്നത്താണ്, മറ്റ് കറാത്താണ്, ഷറ തന്നെ പറയണം എഴുതിയിട്ടുള്ളൂ. അത് ബുദ്ധിയോട് ഉണ്ടാക്കാൻ കഴിയൂല. വലാ യസ്ബിഖുൽ ഫഹ്മു ഇന്ദ ഇത്ലാഖിൽ അഹ്കാം, അൽ അഹ്കാം എന്ന് നിരുപാധികം പറയുന്ന നേരത്ത് ബുദ്ധി മുൻകടക്കുകയില്ല എങ്ങോട്ടല്ലാതെ ഇല്ല ഇലൈഹാ, ഈ ഇൽമു ശറഇൽ അഹ്കാമിലേക്കല്ലാതെ. ഒറ്റടിക്ക് ഹുക്മു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ ഈ ഫർഇയ്യ അഹ്കാമിലേക്ക് മനസ്സ് പോവുക, വലിയല്ല വിശ്വാസമായ കാര്യങ്ങളേക്കല്ല മനസ്സ് പോവുക. വബിസാനിയത്തി, രണ്ടാമത്തെ എനിക്ക് എന്നോട് ബന്ധിച്ച ഇൽമിനിക്ക് പേരിടപ്പെട്ടു ഇൽമ തൗഹീദ് വസിഫാത്ത്. അതിനകത്ത് പേരിട്ട് തൗഹീദ് സിഫാത്തിൻ്റെ ഇൽമു എന്നാ പേരിട്ട്. എന്താണ് ലിമ അന്ന അക്സറ അഷറ മവായിദിഹി, ലിമ അന്ന ദാലിക്ക, അതായതിന് വേണ്ടി അഷ്ഹറു മവായിദിഹി, അതിലെ ചർച്ചകളിൽ ഏറ്റവും പ്രസിദ്ധം അതാണ്. അഷറു മക്കാസിദിയൻ, മക്സൂദുകളിൽ അഷറഫും അതാണ്. അതുകൊണ്ടാണ് തൗഹീദും സിഫാത്തും മാത്രം പറഞ്ഞത്. യഥാർത്ഥത്തിൽ മഅ്സറയും അതുപോലെ തന്നെ ഖബറിലെ ചോദ്യം, അതുപോലെ തന്നെ പാലത്തുമോടുള്ള ഓലൊക്കെ അതിൽ വരും, ഈ ചർച്ചയിൽ വരും. പക്ഷേ തൗഹീദ് സിഫാത്ത് ഇത് മാത്രം പേരിടാനുള്ള കാരണം അക്സർ മബായിസും അള്ളാഹുവിൻ്റെ ഏകത സ്ഥാപിക്കലും അള്ളാഹിൻ്റെ സിഫത്തുമാണ്. അതുകൊണ്ട് ആ ഇരുവ് ആ പേരിട്ടത്. അല്ലെങ്കിൽ വിശ്വാസം ഇത് മാത്രമല്ല, തൗഹീദ് സിഫാത്ത് മാത്രമൊന്നും അല്ല. ഇഞ്ഞാണ് ഭയങ്കര സംഭവം തന്നെ. അടിത്തറ നീ വഖദ് കാനൽ ലവായിലു എന്ന വിഷയം എന്ന് പറഞ്ഞാൽ അടിത്തറ തുടങ്ങിയാണ്. അത് പറയുന്നത് ആദ്യം അടിത്തറ ഇട്ടിട്ടാണ് ചർച്ച ചെയ്യുക. ആദ്യം കൊമ്പുചുള്ളിയല്ല ചർച്ച നടത്തുക. ആദ്യം അടിത്തറ ഇട്ട് അതിൻ്റെ മേലെ അടുത്ത കല്ല് കയറ്റിച്ച് അത് സ്റ്റെപ്പ് ശരിക്ക് അവിടെ അങ്ങോട്ട് സീറ്റിംഗ് ആയിട്ട് അടുത്ത കല്ലിൻ്റെ മേലെ വെച്ച് എങ്ങനെയാണ് ഈ കിതാബ് അങ്ങനെ പോവുക. അപ്പം എന്തുണ്ടാവും? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എവിടുന്ന് ചോദിച്ചാലും ആ കറക്റ്റിന് മറുപടി അറിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖദ് കാനൽ ലവായിദു അല്ലെ കാനത്തിൽ ലവായിലു, രണ്ടും പറ്റും. ആദ്യകാലക്കാർ ആയിരുന്നു. ഇപ്പം എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു ഇൽമുണ്ടാക്കിയത്? ഇതൊക്കെ വിദേഹത്തല്ലേ? അതിന് മറുപടിയാണ് ഈ പറയുന്നത്. ആദ്യകാലക്കാർ ആയിരുന്നു. ആദ്യകാലക്കാരും സഹാബത്തും താബിഈങ്ങളും റളിയല്ലാഹു അലൈഹിം അജ്മഈൻ. എന്തായിരുന്നു? മുസ്തഗ്നീന, നീ കുറേ കഴിഞ്ഞിട്ട് ഈ വരും. അതിൻ്റെ ഇടയിൽ ഒരു കാരണം പറയട്ടെ. ലി സ്വഫായി അഖായിദിഹിം, അവരുടെ അഖീദകൾ നല്ലോണം
തെളിഞ്ഞ വിശ്വാസമാണ്, ഒരു കറല്ലാത്ത ഒറിജിനൽ കറക്റ്റ് വിശ്വാസമായിരുന്നു അവർക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കയ്യുണ്ട്, കാലുണ്ട്, ആകാശത്ത് കയറി കുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർക്കും വേറെ അറിയില്ലല്ലോ. ആ ജാതി വിശ്വാസമൊന്നും അറിയില്ല, വരെയില്ല, കറക്റ്റ് വിശ്വാസമായിരുന്നു. എന്തുകൊണ്ട്? വിവറക്കത്തി സുഹബത്തിൻ നബി മുത്തനബിയുള്ളതായ സുഹബത്ത് കാരണമായി. സഹാബത്ത്, അത് സഹാബത്തിൻ്റെ കാരണമാണ് പറഞ്ഞത്. സഹാബത്തിന് വിശ്വാസം റെഡിയാൻ കാരണം ഒരു സ്ഥാപിച്ചതാരോടാണ്? നബീനോട്. എന്നാൽ താപീയങ്ങളോ ഓർക്ക് സുഹബത്തുണ്ടായില്ലല്ലോ. അതിന് കാരണം കുർബി ലഹരി ബിസമാനിഹി, മുത്തനബിയുടെ കാലവുമായി അവരുടെ കാലം അടുത്തുകണ്. അതാ കാരണം താപീയങ്ങൾക്ക്. മാത്രമല്ല വലിയ കില്ലത്തിൽ വക്കാഴി, സംഭവങ്ങൾ വളരെ കുറവാണ്. വലിയ ഇഖ്തിലാഫാത്തി തർക്കിച്ചു തീർക്കലും. ഓർക്ക് സിക്റും സലാത്തും ചൊല്ലി ആഹറുണ്ടാക്കുക എന്നല്ലാതെ തർക്കിച്ചു തീർക്കണ അതിനൊന്നുമില്ല. ഇപ്പോഴല്ലേ ഇഖ്തിലാഫാത്തുകൾ ഉണ്ടായപ്പോഴാണ് വെറുതെ തൊള്ളി കുറച്ചു തീർക്കുമ്പോഴല്ലേ ഇഖ്തിലാഫ് ഉണ്ടാകും. കുറേ ഇങ്ങനെ എന്താടാ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കൂടെ, ഖബറിൽ ചോദ്യം ഉണ്ടാകുക. അപ്പോൾ ഇന്ന ചോദ്യം ചോദിച്ചുമ്പോൾ എന്താ ഒച്ച കേൾക്കാത്തത്, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വിശ്വാസം ഉണ്ടാക്കുമ്പോൾ വിശ്വാസം ഉണ്ടാകല്. തമക്കുനിഹിമ്മിനൽ മുറാജാത്തിയിലെ സിക്കാത്തി, മാത്രവുമല്ല വിശ്വസ്തന്മാരിലേക്ക് മടങ്ങിച്ചെല്ലാൻ സാധിക്കുകയും ചെയ്തിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടായാൽ ഉസ്താദ് പോയിട്ട് ചോദിച്ചാൽ നല്ല കറക്റ്റ് മറുപടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് എന്തിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയായപ്പോൾ ആദ്യകാലക്കാർ ആയി മുസ്തഖിനീന. അതാണ് അതിൻ്റെ ഖബർ. ഖാനൻ്റെ ആവശ്യം തീർന്നവരായിരുന്നു. അത് ദീനിൽ ഇൽമൈനീൻ, മേൽ പറഞ്ഞ രണ്ട് ഇൽമും ഏടാക്കലിനെ തൊട്ട് ക്രോഡീകരിക്കലിനെ തൊട്ട് ആവശ്യം. ഓൽക്ക് അങ്ങനെ ഏതിൻ്റെ ആവശ്യമല്ല, ഹദീസോ ഹദീസിൻ്റെ കിതാബും ആവശ്യമല്ല, ഫിഖ്ഹിൻ്റെ കിതാബും ഓൽക്ക് ആവശ്യമല്ല, ഹജ്ജിൻ്റെ ബാബും സക്കാത്തിൻ്റെ ബാബും അതൊന്നും ഓൽക്കും വേണ്ട. എന്ന് പറഞ്ഞ മാതിരി മലക്കളെ കൊണ്ടുള്ള വിശ്വാസം, മറ്റുള്ള വിശ്വാസം നിറഞ്ഞുകാണ്ട് ഒരു അഖീദൻ്റെ പുസ്തകമൊന്നും ഓൽക്കും വേണ്ട. പിന്നെ ഇപ്പോൾ തെർത്തീബിഹിമ, അത് തെർത്തീബാക്കലിനെ തൊട്ടും ആവശ്യം തീർന്നിരുന്നു. അബുവാബം ഫസൂലൻ, ബാബുകളും ഫസലുകളുമായിട്ട്. കുറേ എത്ര ബാബ് എത്ര ഫസൽ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുണ്ടാക്കി, അതിൻ്റെ ആവശ്യമൊന്നും ഓൽക്കില്ലേ. പിന്നെ ഇപ്പോൾ തക്രീരി മബാഹിസിഹിമ, ഈ രണ്ട് ഇൽമിൻ്റെയും ചർച്ചകളെ പറഞ്ഞ് സ്ഥാപിക്കലിനെ തൊട്ടും മബാഹിസിഹിമ, മബാഹിസ് എന്നാണ് വേണ്ടത്, ഫുറൂഅൻ വ ഉസൂലൻ, ഫുറൂഇനാലും ഉസൂലിനാലും ഉള്ള പിന്നെ മബാഹിസിൻ്റെ തക്രീറും അതും ആവശ്യമുണ്ടായിരുന്നില്ല. ഏതുവരെ ആവശ്യം ഉണ്ടായിരുന്നില്ല? ഇരൻ്റെ മുത്താല മുസ്തഖിനീനോടാ. ഇല അൻ ഹദസത്തിൽ ഫിത്തനു ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഫിത്തനകൾ പുതുതാവുന്നത് വരെ. ഓരോരുത്തർ വന്നുകൊണ്ട് ഫിത്തന ഉണ്ടാക്കുമ്പോഴാണ് ആവശ്യമാണ്. ദീനിൻ്റെ ഇമാമിങ്ങളുടെ മേലിൽ ബഗയ് വാലിബാവുന്നത് വരെയോ, വല്ലഹറഖ്തിലാഫുൽ ആറാബ്, അഭിപ്രായങ്ങളുടെ വ്യത്യാസങ്ങൾ വെളിവാകുന്നവരെയും. അയാൾ ഇങ്ങനെയും പറഞ്ഞു, ഈ ഉസ്താദ് ഇങ്ങനെയും പറഞ്ഞു കണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരൽ തുടങ്ങി. നാടന്മാർ കൺഫ്യൂഷനായി തുടങ്ങി. വൽ മൈലു ഇലൽ ബിദ്അഇ വൽ അഹ്വാ, പുതിയ പുതിയ വിശ്വാസങ്ങളിലേക്കും തടീച്ചകളിലേക്കുമുള്ള ചാച്ചിലും വെളിവായി. അതുവരെ കസുറത്തിൽ ഫതാവ വൽ വാഖിയാത്ത്, സംഭവങ്ങളും ഫത്വകളും കസീറാവുന്നത് വരെയും. ഉലമാഇ ഫിൽ മുഹിമ്മാത്ത്, മുഖ്യമായ വിഷയങ്ങളിൽ പണ്ഡിതന്മാരിലേക്കുള്ള മടക്കവും കസീറായപ്പോൾ ഫഖ്തഗലൂ, അപ്പം അന്നുണ്ടായിരുന്ന ആലിമീങ്ങൾ ജോലിയായി. ബിന്നളരി, ചിന്തിക്കൽ കൊണ്ടും ലക്ഷ്യം പിടിക്കൽ കൊണ്ടും ഗവേഷണം കൊണ്ടും, വല്ലിസ്തിംബാത്തി, അതിൽ നിന്ന് പിടിച്ചെടുക്കൽ കൊണ്ടും, തംഹീദിൽ ഖവായിദി വൽ ഉസൂൽ, പൊതു നിയമങ്ങൾക്കും അടിസ്ഥാന നിയമങ്ങൾക്കും ഒക്കെ തറവാകലും അതുകൊണ്ടും ഒക്കെ ജോലിയായി. ഇപ്പോൾ തർത്തീബിൽ അബ്വാബിൽ ഫുസൂൽ, ബാബുകളും ഫസലുകളൊക്കെ ക്രമപ്പെടുത്തൽ കൊണ്ടും ജോലിയായി. തക്സീരിൽ മസായിലി ബി അദില്ലതിഹ, മസലകൾ ലക്ഷ്യസഹിതം പെരുപ്പിക്കൽ കൊണ്ടും ജോലിയായി. ഈറാദി ശബഹി ബി അജ്വിബതിഹ, കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ജവാബുകൾ, ആൻസറുകൾ ഉൾപ്പെടെ ഈ കൊണ്ടുവരൽ കൊണ്ടും ജോലിയായി. ഇങ്ങനെ നിങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി ഇങ്ങനെയാണ്, ഇങ്ങനെ സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് മറുപടി ഇങ്ങനെയാണ്, ചോദ്യം മറുപടിയൊക്കെ ഉണ്ടാക്കി. തഈനിൽ ഔളാഇ വൽ ഇസ്തിലാഹാത്ത്, കുറേ വൾകളും അതിൻ്റെ ഇസ്തിലാഹാത്തുകളും അതും ഒക്കെ നിർണിതപ്പെടുത്തി.
തബീനിൽ മദാഹിബി അൽ ഇഖ്തിലാഫാത്ത്, മദ്ഹബുകളും അതിൻ്റെ ഇഖ്തിലാഫാത്തുകളൊക്കെ വിവരിക്കൽ കൊണ്ടും ജോലിയായി. മനസ്സിലായില്ലേ? സമ്മൗ അവർ പേരിട്ടു ആ മാ ഒരു ഇൽമിനിക്ക് യുഫീദു മാരിഫത്തൽ അഹ്കാമിൽ അമലിയ, കർമ്മപരമായ ഈ ഹുക്കുമുകളുടെ അറിയലിനെ വായിലപ്പിക്കുന്ന ഇൽമിന് പേരിട്ടു. എന്ത് പേരിട്ടു? അതിലത്തെ തഫ്സീലിയത്തി, തഫ്സീലിയ ദലീലിനെ തൊട്ട് അമലിയായ അഹ്കാമുകളുടെ അറിയലിനെ വായിലപ്പിക്കുന്ന ഇൽമിന് പേരിട്ടു ബിൽ ഫിഖ്ഹി, ഫിഖ് കൊണ്ട് പേരിട്ടു. അപ്പോൾ മാരിഫത്ത് അഹ്വാലിൽ അതിലത്തി ഇജ്മാലൻ ഫി ഇഫാദത്തിഹൽ അഹ്കാമ. അപ്പോൾ മാരിഫത്ത അഹ്വാലിൽ അതില്ലത്തി ദലീലുകളുടെ ഹാലുകൾ അറിയലിനെ ഇജ്മാലൻ, ഇജ്മാലിയ ദലീലും തഫ്സീലിയ രണ്ട് ദലീലുണ്ട്. ഇജ്മാലി ജമ്മു അതുപോലെ ഇഞ്ഞോ ശരിക്ക് ഇജ്മാലിയായ ദലീലുകളുടെ ഹാലുകൾ അറിയലിനെ ഫി ഇഫാദത്തിഹ അതിന് ഫായ്ദയിപ്പിക്കുന്നതിൽ അൽ അഹ്കാമ ഹുക്മുടെ ഫായ്ദയിപ്പിക്കുന്നതിലുള്ള ഹാലുകളെ അറിയലിനെ ഫായ്ദയിപ്പിക്കുന്ന ഇൽമിന് പേരിട്ടു ബിൽ ഉസൂലിൽ ഫിഖ്ഹി, ഉസൂൽ ഫിഖ് എന്നും പേരിട്ടു. ഇപ്പോൾ രണ്ടിലുമായിട്ടോ, ഫിഖ് വേറെ ഉസൂൽ ഫിഖ് വേറെ. അപ്പോൾ മാരിഫത്തൽ അഖായിദിൻ അതില്ലത്തിഹ അഖീദുകളെ ലക്ഷ്യസഹിതം അറിയലിനെ ഫായ്ദയിപ്പിക്കുന്ന ഇൽമിന് പേരിട്ടു ബിൽ കലാം, അൽ കലാം എന്നും പേരിട്ടു. മൂന്ന് ഇൽമായി, ഇൽമുൽ ഫിഖ്, ഇൽമു ഉസൂലുൽ ഫിഖ്, ഇൽമുൽ കലാം, മൂന്ന് ഇൽമായി. ഇനി എന്തിനാ ഇൽമുൽ കലാം എന്ന് പേരിട്ടത്? ഇനി 8 ന്യായാണ് പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. എന്തിനാണ് ഇപ്പോൾ ഈ വിശ്വാസപരമായ ഇൽമിനിക്ക് ഇൽമുൽ കലാം എന്ന് പേരിട്ടത് നോക്കാം. ലി അന്ന ഉൻവാന മബാഹിദിഹി, കാരണം ഈ ഇൽമിൻ്റെ ചർച്ചകളുടെ ഹെഡിങ്ങുകൾ, ബാബിനും ഒക്കെ പേരിടൂല നമ്മൾ, ആ ഹെഡിങ്ങുകൾ എന്തായിരുന്നു? കാന അതായിരുന്നു, കൗലഹും അത് അതിൻ്റെ മുസന്നിഫീങ്ങളുടെ കൗല് ആയിരുന്നു, അൽ കലാമു ഫീ കഥ, അൽ കലാമു ഫീ കഥ, അങ്ങനെ ആയിരുന്നു. നമ്മൾ പറയില്ലേ ഇവിടെ ബാബുൽ മാരിഫത്തി, ബാബുൽ നക്കിറത്തി, ബാബുൽ ഹാലി, ബാബു തമ്മീസി എന്നൊക്കെ പറഞ്ഞാൽ ബാബു പറഞ്ഞ സ്ഥാനത്ത് ഇങ്ങനെയാണ് പറയാം. ഇത് അൽ കലാമു ഫീ കഥ, അൽ കലാമു ഫീ കഥ, അങ്ങനെയാണ് ഈ പ്രാർത്ഥന. കഥ എന്നല്ല സ്ഥാനത്ത്. പിൽക്കാലത്താക്കി ഇൽമിൻ്റെ പേരെന്തായി മാറി? ഇൽമുൽ കലാം എന്നായി മാറി. ഇനി രണ്ടാമതൊരു ന്യായം, വലി അന്ന മസ്അലത്തൽ കലാമി, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മസ്അല കാന അതായി അക്ഷറ മബാഹിദിഹി, ഈ ഇൽമിനെ ചർച്ചകളിൽ ഏറ്റവും പ്രസിദ്ധമായതായി. മറ്റൊക്കെ മഹ്സറിനെ പറ്റിയും ഖബറിനെ പറ്റിയും മറ്റുള്ള ചർച്ചകളൊക്കെ തിരിച്ച് പോകും. ഏറ്റവും പ്രസിദ്ധമായ ചർച്ച എവിടെത്തുമ്പോഴാണ്? അള്ളാഹിൻ്റെ കലാം എന്താണ്, അള്ളാഹിൻ്റെ കലാം കദീമാണോ അല്ലേ, അതിനെന്തൊക്കെ തെളിവ്, അതിനെന്തൊക്കെ പൊളിവ്, എന്തൊക്കെ തെളിവ്, അതിനെന്തൊക്കെ മറുപക്ഷം പറയണത്, അതിനെന്താ മറുപടി, ആ മറുപടിക്ക് എന്താ മറുപടി, അതിനെന്താ മറുപടി. ഇതാണ് അഷ്ഹർ മബാഹിദ്. അതുകൊണ്ടാണ് ഇൽമുൽ കലാം എന്ന് പേരിട്ട്. ഇത് രണ്ടാമത്തെ ന്യായം. അക്സറ നിസാം വജിദാലൻ, തർക്കത്തിനാലും അക്സറ നിസാം ജിദാലും. തർക്കത്തിനാൽ അക്സറും അതാണ്. മറ്റുമ്പോൾ തർക്കം ഉണ്ടാവില്ല. ഖബറിൽ ചോദ്യത്തെ വീട്ടിൽ കൂടുതൽ തർക്കം ഉണ്ടാവില്ല. തർക്കം എടുത്തുമ്പോഴാണ് കലാമിനെത്തോളം. അങ്ങനെ ഹത്ത എത്രത്തോളം നിശ്ചയമായിട്ടും ചില പോക്കിരിമാർ ഹക്കിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ധാരാളം ആലിമീങ്ങളെ അവർ കൊന്നു. മനസ്സിലായില്ലേ? ധാരാളം അഹ്ലുസുന്നത്ത് ജമാഅത്തിൻ്റെ ഇമാം എന്ന പദവിയിലെത്തിയ ഉലമാവിനെ അവർ ഇവർ കൊന്നു, തീവ്രവാദികൾ കൊന്നു. ലി അദമി കൗലിഹിം ബി ഹൽക്കിൽ ഖുർആൻ മഖ്ലൂക്കാണ് എന്ന് പറയാൻ തയ്യാറാകാത്ത കാരണമായി. ഖുർആൻ മഖ്ലൂക്കാണെന്ന് പറയും, അത് ഞാൻ സമ്മതിക്കൂല, വെട്ടന്നെ കൊല്ലന്നെ. അത്രത്തോളം നിസാവും ജിദാലും കസീറായിരുന്നു ഏത്? അള്ളാഹിൻ്റെ കലാമിൻ്റെ ചർച്ച. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മദ്ഹബിൻ്റെ ഇമാമായിരിക്കുന്ന അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹുവിനൊക്കെ ജയിൽവാസം എത്ര വായിച്ച്? എന്തിൻ്റെ പേരിൽ? ഖുർആൻ മഖ്ലൂക്കാന്ന് പറയാൻ തയ്യാറാകായിട്ട്. കാരണം അള്ളാഹിൻ്റെ കലാമല്ലേ, ഖദീമാണ്, അത് ഹാദിസാണെന്ന് പറഞ്ഞോളാം. മൊബിൽ പറയില്ല, ഈമാനുള്ളവർ പറയില്ല. പറയാൻ തയ്യാറാകാൻ ഞാൻ രാജാക്കന്മാരെ മറ പിടിച്ച് കാണാൻ എന്ത് ചെയ്യും? ജയിലിലിടും.
മാത്രമല്ല, ഞാൻ അടുത്തൊരു കാരണമുണ്ട്. വലിയ അന്നഹു നിശ്ചയമായിട്ടും ഇത് ഈ ഇൽമ് അത് നല്ല ശക്തി പകർന്നു നൽകും. അതിൽ കലാം ഈ വർത്താനം പറയാൻ. കലാം വർത്താനം പറയുന്നത് കലാം വർത്താനം നല്ല വർത്താനം പറയാൻ പോയിക്കും ഈ ഇൽമ പഠിച്ചാൽ. എന്തൊരു വർത്താനം പറയാം? ഫി തഹ്ഖീഖി ശർഇയ്യാത്തി, ശർഇയ്യാതായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് സ്ഥാപിക്കുന്നതിൽ വർത്തമാനം പറയാൻ കഴിവുണ്ടാക്കണമാണ് വർത്തമാനം നടത്തുള്ള ഇൽമുൽ കലാം എന്ന് പേരിട്ടത്. ഇൽസാമിൽ ഹുസൂമി, പ്രതികളെ ഉത്തരത്തിൽ മുട്ടിക്കുന്നതിലും. ഏതുപോലെക്കൽ മന്തിഖ്, മന്തിഖ് എന്ന് പേരുന്ന മാതിരിയാൽക്ക് ലിൽ ഫൽസഫ, ഫൽസഫൻ്റെ ഇൽമിനിക്ക് മന്തിക്ക് എന്ന് തർക്കശാസ്ത്രത്തിനിക്ക് എന്ത് പേരിട്ടു? മന്തിക്കിൻ്റെ ഇൽമു എന്ന് പിൽക്കാലത്ത് പേരിട്ട പോലെ ഇതിന് വർത്തമാനം പറയാൻ കഴിവുണ്ടാക്കണമുണ്ട് ഈ ഇൽമിനെന്ത് പേരിട്ടു? ഇൽമുൽ കലാം എന്ന് പേരിട്ടു. പിന്നെ ഇനി അടുത്തൊരു ന്യായം, നാലെണ്ണത്തെ കഴിഞ്ഞിട്ടപ്പോൾ അഞ്ചാമത്തെ ഒന്ന് നോക്കുക. വലിയ അന്നവും നിശ്ചയമായിട്ടും ഈ ഇൽമ് അവലുമായ അജ്മലുൽ ഉലൂമി, ഇൽമിൻ്റെ കൂട്ടത്തിൽ നിന്ന് അറിയൽ ആദ്യത്തെ ഇൽമാണ്, ഉജൂബായ ആദ്യത്തെ ഇൽമാണ്. എങ്ങനത്തെ ഉലൂമ്? അല്ലത്തി യാതെന്ന ഇന്നമാ തുഅല്ലമു തുതഅല്ലമു, അതിനെ പഠിപ്പിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും ചെയ്യും ബിൽ കലാമി, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിങ്ങാണ്ട്. മറ്റേ എഴുതിങ്ങാണ്ടൊക്കെ പിന്നെ വർക്ക് ചെയ്ത് കാണും പഠിപ്പിക്കണ ഇൽമൊക്കെ ഉണ്ട്. കമ്പ്യൂട്ടറൊക്കെ പഠിച്ചുമ്പോൾ സാധാരണ ചെയ്ത് പഠിച്ചാലാണ്. അതേ സ്ഥലത്തിൽ പറഞ്ഞിങ്ങാണ്ട് പഠിപ്പിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും ചെയ്യുന്ന ഉലൂമിൻ്റെ കൂട്ടത്തിൽ അവലുമായ ജുവാണേത്? ഇൽമുൽ കലാം. പിന്നെ അപ്പോൾ ഉത്തലിക ഹാദൽ ഇസ്മു, അപ്പം ഈ കലാം എന്ന പേര് പറയപ്പെട്ടു ലിദാലിക്ക, ഈ ഒരു കാരണത്തിന് വേണ്ടി. പിന്നെ സുമ്മ ഹുസ്സബിഹി, പിന്നെ ഇത് മാത്രം ഉണ്ടാക്കി. ആദ്യം വർത്താനം പറയേണ്ട ഇൽമു പിന്നെ അവസാനം പിന്നെ അതിന് മാത്രം ഇൽമു കലാം പറയാൻ പറ്റുള്ളൂ. പിന്നെ ഫിഖ്ഹിനും മറ്റൊന്ന് പറയാതെയായി ഇൽമു കലാം പേരാണ് പോയി, ഇതിന് മാത്രം ഉണ്ടായി. പിന്നെ പല മിത്രക്കാല വൈരി, പിന്നെ വയറിന് മേലെ പറയപ്പെട്ടില്ല. ഇതിനു വേണ്ടി തമ്മീസൻ വേർതിരിക്കാൻ വേണ്ടിയിട്ട് എന്താവും? കൺഫ്യൂഷൻ ആവും. കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട വിചാരിച്ചാണ്ട് പിന്നെ വേറെ ഇനി ഇതിനല്ലാതെ മറ്റൊരൊന്നും എന്ത് പറയരുത്? കലാമെന്ന് പറയരുത്. ഇല്ല, കലാം ഇത് മാത്രമായി കോട്ടയച്ചു. ഇനി വേറെ ന്യായം, വലിയ അന്നഹു നിശ്ചയമായിട്ടും ഈ ഇൽമ് ഇന്നമായ തഹക്കു നിശ്ചയമായിട്ടും അത് കോലപ്പെടും ബിൽ മുബാഹസനത്തി, അങ്ങും ഇങ്ങും ചർച്ച നടത്തിങ്ങാണ്ടും. ഇദാറത്തിൽ കലാമി ബൈനൽ ജാനിബൈനി, രണ്ട് പ്രതിഭാഗത്തിൻ്റെ രണ്ട് പ്രതികൾ അങ്ങ് ചർച്ച നടത്തുന്ന രണ്ട് പ്രതികൾ ഉണ്ടാവുമല്ലോ. ഈ രണ്ട് ജാനിബിൽ നിന്നുമുള്ള സംസാരത്തെ അങ്ങും ഇങ്ങും കറക്കിയിട്ടും മാത്രമേ ഇത് കോലപ്പെടുകയുള്ളൂ, ഈ ഇൽമ് കോലപ്പെടുകയുള്ളൂ. അപ്പോൾ ഗൈറുഹു, ഇതല്ലാത്ത മറ്റെല്ലാ ഇൽമും തഹഖഖു തഅമ്മുലി, ചിന്തിച്ചുണ്ടാക്കാൻ കഴിയും. അവിടക്കത്തിനുള്ളൂ. ബി തഅമ്മുലി മുതാലാത്തിൽ കുത്തുബി, ചിന്തിച്ചും കിതാബ് നോക്കി മനസ്സിലാക്കിങ്ങാണ്ടും ഒക്കെ പഠിച്ചെടുക്കാൻ വയ്ക്കുന്നതാണ് കോലപ്പെടുന്ന ഇൽമാണ് ഇത്. മറ്റുള്ള ഇൽമൊക്കെ ഈ ഇൽമ അങ്ങനെ പറ്റൂല, ഇത് അംഗം വിട്ട് തന്നെ വേണം. അതുകൊണ്ടാണ് ഇത് ഇൽമുൽ കലാം എന്ന് പേരിട്ടത്. ഇനി അടുത്ത ന്യായം, അക്സറുൽ ഉലൂമി ഖിലാഫൻ വ നിസാഅൻ. ആയത്ത് പറഞ്ഞില്ലേ ഖിലാഫുൻ നിസാഉ ജിദാലൻ വ നിസാഅൻ. ഖിലാഫിനാൽ അക്സറുൽ ഉലൂമാണ് ഈ ഇൽമ്. ഫയസ്തദ്ദു ഇഫ്തിഖാറുഹു ഇലൽ കലാമി ഇലൽ മുഖാലിഫീന, ആയതുകൊണ്ട് തന്നെ പ്രതികൾക്ക് കൂടെ സംസാരിക്കുന്നതിലേക്ക് ആവശ്യം ശക്തമാവും. വറദ്ദി അലൈഹിം, അങ്ങനെ മുഖാലിഫീങ്ങൾക്ക് എതിരെ മറുപടി പറയലിലേക്കും ആവശ്യം ശക്തമാകും. ആയതുകൊണ്ടാണ് ഇതിന് എന്ത് പേരിട്ടിയത്? ഇൽമുൽ കലാം എന്ന് പേരിട്ടിയത്. ഇനി അവസാനത്തെ ന്യായം, വലിയ അന്നഹു നിശ്ചയമായിട്ടും ഈ ഇൽമു ആയതിന് വേണ്ടിയും ലി കൂവത്തി അതില്ലത്തിഹി, ഇതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നല്ല ബലമുള്ള ഇതാണ്. ഇത് വേറെ ഇതിൻ്റെയും നെഹവിൻ്റെയും സർഫിൻ്റെയും അതിലൊന്നുമല്ല. ഇതിൻ്റെ ദലീലുകൾ നല്ല ശക്തമായതിന് വേണ്ടി കഅന്നഹു ഹുവൽ കലാം, സാറ ഈ ഇൽമായി മാറി, എന്തായതുപോലെ മാറി, കഅന്നഹു ഹുവൽ കലാം, ഇത് മാത്രമാണ് കലാം എന്ന് പറഞ്ഞ മാത്രമായി, മറ്റൊന്നും വർത്താനം തന്നെയല്ല. ദൂനമായ അദാഹുലൽ ഇൽമിൽ ഇതല്ലാത്തതിനിട്ട് കൂടാതെ കമായിക്കാലു പറയപ്പെടും പോലെ ഇല്ല അക്വാമിലെ കലാമൈനി, രണ്ട് കലാമിൽ നിന്ന് ശക്തമായി പറ്റി പറയും പോലെ ഹാദാഹുവൽ കലാം, ഓപ്പ പറഞ്ഞതാ വർത്താനം എന്നറിയില്ല. നമ്മൾ ഒരാൾ വർത്തമാനം പറഞ്ഞു, വേറെ ആളെന്നും പറഞ്ഞു, ഒരാൾ ഞെഞ്ഞെന്ന് പറഞ്ഞു, മറ്റോൻ പറഞ്ഞത് അർത്ഥസമ്പൂർണ്ണമായ വർത്താനം പറഞ്ഞ എന്ത് പറയും? ഓനപ്പ പറഞ്ഞത് വർത്താനാണ് പറയും. എന്നതുപോലെ ഈ ഇൽമിൽ ഉള്ള ദലീലുകളൊക്കെ
മറ്റു എരുമകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് നല്ല ബലമുള്ള സംഗതികൾ. കത്തറിയ ദലീലുകൾ പറഞ്ഞുകൊണ്ട് ഈ ഈ എരുവ് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. മറ്റേ എരുവിൻ്റെ മാതിരി അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ആകാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഇങ്ങനെയും ആകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാസ്സാക്കാൻ പറ്റിയ സംഗതി അല്ലേ ഇത്. ഇത് വിശ്വസിക്കപ്പെടുന്ന കാലത്ത് കത്തറിയ സംഗതികളാണ്. അതുകൊണ്ടാണ് ഇതിന് എരുമിക്കലാന്ന് പേരിട്ടത്. പിന്നെ ഇനി അവസാനത്തെ കാരണം എന്താണെന്ന് തോന്നുന്നുണ്ട്, നോക്കുക. ആ വലിയന്നഹു ഇൽമ അതിന് വേണ്ടിയുമാണ്. ലിബ്തിനാഇയ്യൽ അതില്ലത്തിൽ കത്തഇയ്യത്തായിരിക്കുന്ന ദലീലിൻ്റെ മേലിൽ എടുക്കൽ സിദ്ധിച്ചത് വേണ്ടി. അൽ മുഅയ്യദി അക്തറുവ അതിൽ നിന്ന് അധികവും ബലം നൽകപ്പെട്ടതാണ് ബിൽ അതിലത്തി സംഇയ്യത്തി ഖുർആന് ഹദീസ് പോലുള്ളതായ സംഇയ്യ ദലീലുകളെ കൊണ്ട് അക്സറും ബലം നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കത്തഇയ്യത്തായിരിക്കുന്ന ദലീലിൻ്റെ മേൽ എടുക്കപ്പെട്ടതിന് വേണ്ടി ഞാൻ അന്നനെ ഖബർ വായിക്കണത്. അഷദ്ദുല്ലുലൂമി അത് എലിമിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ശക്തമായതാണ്. തഹ്സീറം ഫിൽ കൽബി കൽബിൽ ഫലം ചെയ്യിപ്പിക്കലിനാൽ, തഗൽഗുലം ഫീഹി കൽബിൽ ആഴ്ന്നിറങ്ങലിനാലും, ഫസുമ്മിയ ബിൽ കലാം അപ്പം ഇതിന് കലാം എന്ന് പേരിട്ട്. കലാം പറഞ്ഞാൽ മുറിവ് എന്നർത്ഥം. കലാം എന്ന് പറഞ്ഞാൽ മുറിവ്. ഇത് കൽബിലേക്ക് അങ്ങോട്ട് ആഴ്ന്നിറങ്ങുമ്പം കൽബ് മുറിയാക്കി പറഞ്ഞ മാതിരിയാണ്. അൽ മുസ്തഖി മിനൽ കെൽമി കെൽമിൽ എന്ന് വിളിക്കപ്പെട്ട കലാം എന്ന് പേരിട്ടു. ഓവൽ ജർഹു കെൽമ് എന്ന് പറഞ്ഞാൽ മുറിവ് എന്നർത്ഥം. ഹാദാ ഹുവ കലാമുൽ ഖുദമായി. ഞാൻ ഈ പറഞ്ഞൊക്കെ മുൻഗാമികൾ പറഞ്ഞ ഓരോ ന്യായങ്ങളാണ്. മനസ്സിലായില്ലേ? ومعظم خلافياته مع الفرق الإسلامية خصوصا المعتزلة. بسم الله الرحمن الرحيم. ومعظم خلافياته ഇൽമുൽ കലാമിലെ തർക്ക വിഷയങ്ങളിൽ സിംഹഭാഗവും മൽ ഫിറഖിൽ ഇസ്ലാമിയത്തി ഇസ്ലാമിയാതായിരിക്കുന്ന ഫിർഖത്തുകളുടെ കൂടെയാണ്. മനസ്സിലായില്ലേ? അധികവും തർക്കം മുസ്ലിമും അമുസ്ലിമും തമ്മിലല്ല, മുസ്ലിമീങ്ങൾക്ക് അകത്തുള്ളതായിരിക്കുന്ന ബദഈ കക്ഷികളുടെ കൂടെയാണ്. ഖുസൂസൻ അൽ മുഅ്തസിലത്ത വിശിഷ്യ മുഅ്തസിലിയാക്കൾ. എന്തുകൊണ്ട് മുഅ്തസിലിയാക്കൾ പേര് വീണെന്നൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ലി അന്നഹും കാരണം അവരാണ് അവ്വലു ഫിർഖത്തിൻ അല്ലെങ്കിൽ അവരാകുന്നത് ആദ്യ സംഘമാണ്. അസ്സസു അവർ അടിത്തറയിട്ടു ഖവായിദൽ ഖിലാഫി ലിമാ ഖവായിദൽ ഖിലാഫി തർക്കത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾക്ക് ഒരു തറയിട്ടു. എന്തിനെതിരെ? ലിമ ഒന്നിനോട്. വറദ ബിഹി ലാഹിർ സുന്ന ആ ഒന്നിനെ സുന്നത്തിൻ്റെ ലാഹിർ കൊണ്ടുവന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ ഇവിടെ പഠിപ്പിച്ചു പോയ വിശ്വാസത്തിൻ്റെ ലാഹിറിന് എതിരായതാണ് ഇവരിവിടെ എതിര് അടിത്തറവാക്കിയത് പോലാണ്. ജറ അലൈഹി ജമാഅത്തു സ്വഹാബാക്കളുടെ സംഘം ആ ഒരു കാര്യത്തിൻ്റെ മേലിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ പരമ്പരയിൽ പോകുന്നത് റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ആമീൻ. പിന്നെ ഈ വിഷയത്തിൽ ബി വാബിൽ അഖായിദി വിശ്വാസപരമായ വിഷയത്തിൽ, കർമ്മപരമായ വിഷയത്തിൽ സ്വഹാബത്തിൻ്റെ കാലത്തെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. ചിലവർ അസർ ബൈക്കന്ന് നിസ്കരിച്ചു, ചിലവർ അസർ ബനി കുറത് ഒരു ബൈക്കന്ന് നിസ്കരിച്ചവരും ആളെത്തിയിട്ട് കള്ളാക്കി നിസ്കരിച്ചവരൊക്കെ ഉണ്ട്. അത്തരം വിഷയങ്ങളിലൊക്കെ ഈ കർമ്മപരമായ കാര്യങ്ങളിലൊന്നും ഇതില്ല, പിന്നെ ഈ പ്രശ്നം വരുന്നില്ല. അതൊക്കെ ഉണ്ടാവുമാണോ? ഉണ്ടായി ചെയ്തോട്ടെ, അതൊക്കെ ഉമ്മത്തിന് ഹൈറുമാണ്. വിശ്വാസപരമായ കാര്യത്തിൽ അന്ന് മുതൽ ഇന്നേ വരെ എന്തുണ്ടായിരുന്നില്ല? ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഉപനാലിക്ക ആ തുടക്കം അന്ന റഈസഹും നിശ്ചയമായിട്ടും മുഅ്തസിലിയാക്കളുടെ നേതാവ് അഥവാ വാസിൽ ഇബ്നു അത്താ എന്ന് പറയുന്ന വ്യക്തി ഇഅ്തസല മജ്ലിസൽ ഹസനിൽ ബസരി റഹിമഹുല്ലാഹ് താബിഈങ്ങളിലെ മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ വലിയ മഹാൻ്റെ മജ്ലിസിനെ അദ്ദേഹം മാറി നിന്നു, ഒഴിഞ്ഞു നിന്നു. അതിനാണ് മുഅ്തസിലത്ത് പേര് വീണാൻ. യുഖർറിറു ആ വാസിൽ തന്നെ സ്ഥിരപ്പെടുത്തുന്നവരായ നിലയിൽ
എന്താണ് അയാൾ പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നത്? അന്ന മുർത്തക്കിബൽ കബീറത്തി, നിശ്ചയമായിട്ടും വൻദോഷം ചെയ്തവൻ, ലൈസ ബി മുഅ്മിനിൻ വലാ കാഫിർ, അവൻ എന്തല്ല, മുഅ്മിനും അല്ല കാഫിറും അല്ല. എന്നിട്ട് വയുസ്ബിത്തു, ആ വാസില് സാബിത്താക്കുകയും ചെയ്യും, അൽ മൻസിലത്തെ ബൈനൽ മൻസിലത്തൈൻ, ഈമാൻ എന്ന് പറയുന്ന മൻസിലിൻ്റെയും കുഫർ എന്ന് പറയുന്ന മൻസിലിൻ്റെയും ഇടയിലുള്ള ഒരു മൂന്നാം മൻസിലയെ സാബിത്താക്കുകയും ചെയ്യും. ഫഖാലൽ ഹസനു, ഈ സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് ഇഅ്തസല അന്നാ, യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ വിശ്വാസത്തിനെയും വിട്ട് അവൻ അകന്നു പോയിരിക്കുന്നു. ആരെ പറ്റി പറഞ്ഞു? വാസിലിനെ പറ്റി പറഞ്ഞു. ഫസുമ്മുൽ മുഅ്തസിലത്ത, അത് മുതൽക്കാണ് ആ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് എന്ത് പേര് വീണത്? മുഅ്തസിലിയാക്കൾ എന്ന് പേര് വീണത്. വഹും സമ്മൗ, പക്ഷെ ഓൽക്ക് പേരിട്ടു, അംഫുസഹും, അവരുടെ നഫ്സുകൾക്ക് അവർ പേരിട്ടു, അസ്ഹാബൽ അദ്ലി വത്തൗഹീദ്, അദ്ൽ തൗഹീദിൻ്റെ ആളുകൾ എന്ന് പേരിട്ടു. ഇവിടുത്തെ വഹാബികളും അങ്ങനെ തന്നെയാണല്ലോ. ഓല് വേറൊരു പുതിയ പേരിടും. ആ ഓലിപ്പോൾ പള്ളിക്കും അങ്ങനെ പേര്, മസ്ജിദ് തൗഹീദ്, മസ്ജിദ് സലഫി, ഇങ്ങനെയൊക്കെയാണ് പേരിടല്ലേ. അതിലും തൗഹീദും. അപ്പം എന്ത് തോന്നിപ്പിക്കാം? മറ്റോൽക്ക് അതിലില്ല, സുന്നികൾക്ക് എന്തില്ല? അതിലും തൗഹീദൊന്നുമില്ല. ഓല് ജോറിൻ്റെയും ഷിർക്കിൻ്റെയും ആൾക്കാർ. നമ്മളോ നമ്മൾ അതിലിൻ്റെയും തൗഹീദിൻ്റെയും ആൾക്കാർ. ഓൽക്കാ പേരാണ് കേട്ടോ. ലി കൗലിഹിം, അതിനോൽക്ക് ന്യായമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളെ മുവഹിദും അതിലും ആകാൻ കാരണം? ലി കൗലിഹിം, അവർ പറഞ്ഞതിന് വേണ്ടി, ബി ഉജൂബി സവാബിൽ മുത്തിഇ വ ഇഖാബിൽ ആസി, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ മുത്തിഇങ്ങൾക്ക് സവാബ് കൊടുക്കൽ അള്ളാഹ്ക്ക് നിർബന്ധമാണ്, തെറ്റ് ചെയ്തവനിക്ക് ശിക്ഷ കൊടുക്കലോ അതും വുജൂബാണ്. ആർക്ക്? അള്ളാഹിൻ്റെ മേലിൽ. അതുപോലെ തന്നെ അപ്പം എന്തായി? അതല്ല അതിൽ പോലെ അതാണ് അതിലാണ്. അള്ളാഹ് അതിലാണെങ്കിൽ എന്ത് വേണം? നല്ല ചെയ്തോ നിർബന്ധമായും അവന് കൂലി കൊടുത്തോളണം, തെറ്റ് ചെയ്തോ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല, ശിക്ഷിച്ചോളണം. അതാണ് അപ്പോൾ നീതിയാകുള്ളൂ. അതുകൊണ്ടാണ് അതിൽ പേരാൻ കാരണം. ഇനി തൗഹീദോ, അതിന് കാരണം പിന്നെ ഫീ സിഫാത്തിൽ ഖദീമത്തി അൻഹു, അള്ളാഹ് ഖദീമായ സിഫത്തില്ലേ, അന്ന് അള്ളാഹ്ക്ക് ഇല്ല അറിഞ്ഞു. അള്ളാഹു ഖദീമുണ്ട് പറഞ്ഞാൽ എന്തോ, അള്ളാഹു കലാമുണ്ട് പറഞ്ഞാൽ എന്താവും? അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കലാമും ഖദീമാണ്, സിഫത്ത് ഖദീമീകാരം. അപ്പോൾ ഖദീം അള്ളാഹല്ല പുറമെ ഖുർആനെന്ന് ഖദീം പറയുന്നുണ്ടാവും. അപ്പോൾ ഖദീം ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും? ഏകനാകുക എന്നുള്ളത് പോയി കണ്ട് അള്ളാഹു മുതഅദ്ദിദാന്ന് വരും. അതാണ് പ്രശ്നം. അപ്പോൾ ഒരു വഹീദീങ്ങളല്ലേ. പിന്നെ മാറിയോ ഇല്ലല്ലേ? സുമ്മ, പിന്നെ അങ്ങനെയാണ് ഒരു പ്രശ്നമുണ്ട്, വിഷയം ഉണ്ടായിട്ടോ, നടക്കട്ടെ, ഇങ്ങിട്ട് പറയാം. സുമ്മ, പിന്നെ ഇന്നഹും, നിശ്ചയമായിട്ടും ഇവറ്റകൾ, തവഗലു, ഓലങ്ങട്ട് ആഴ്ന്നിറങ്ങി, ഫി ഇൽമിൽ കലാം, ഇൽമുൽ കലാമിലാണ് കെട്ടിമറിഞ്ഞ്, അയിമലാണ് ആഴ്ന്നിറങ്ങി. അതാന്നിറങ്ങിയപ്പോൾ ഓൽക്കൊരു വേറെ സംഗതി ആവശ്യമായി. തർക്കിച്ചാനല്ല കാര്യമായിട്ട് ഈ കുത്തിറങ്ങുന്നത്. ഓൽക്ക് തർക്കിച്ചാൻ പറ്റുന്ന ശാസ്ത്രം പുതിയ ഉണ്ട്. ഏതാണത്? തശബ്ബസു, അവർ പിടികൂടി, ബി അതിയാലിൽ ഫലാസിഫത്തി, ഫൽസഫക്കാരുടെ തുണിക്കോന്തലകളോട് പിടികൂടി. രാഷ്ട്രീയക്കാരെ പിടിച്ചിക്കാണ്ടാണ് ചില ആളുകളൊക്കെ എന്ത് ചെയ്യൽ, വിദേഹത്ത് നാട്ടിലുണ്ടാക്കൽ. അറബ് രാഷ്ട്രങ്ങളിലൊക്കെ ഓലൊക്കെ അങ്ങനെയാണല്ലോ, ഓരോ ഭരണാധികാരികളുടെ മൂട്ടുകൂടിങ്ങാണ്ട് അങ്ങനെ. ഇവർ തുടക്കത്തിൽ അന്ന് അങ്ങനെയല്ല, ഇത് ചിലവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിങ്ങൾ ഓല വാദം സ്ഥാപിക്കാൻ വേണ്ടി തർക്കത്തിൻ്റെ ശാസ്ത്രമുണ്ട്. ഈമാൻ ഇസ്ലാം നോക്കിയിട്ടൊന്നുമല്ല, തർക്കിച്ചിങ്ങാണ്ട് ജയിച്ചാൽ എങ്ങനെയെന്നുള്ള ശാസ്ത്രം ഉണ്ടോ, അവരുടെ പിന്നെ തുണിക്കോന്തൽ പിടികൂടി. ഫി കസീരിമിനൽ ഉസൂലിൽ നിന്നുള്ള അധികത്തിലും അവർ ഫൽസഫക്കാരുടെ തുണിക്കോന്തലോട് പിടികൂടി. അങ്ങനെ പിന്നെ എന്ത് കാട്ടിയാറ്? അപ്പോൾ മദ്ഹബുഹും, അവരുടെ ഈ ദുഷിച്ച വിശ്വാസം ഇങ്ങനെ പതുക്കെ അങ്ങനെ പരക്കാൻ തുടങ്ങി. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം അവിടെ ഇവിടെ ഇരിക്കുമ്പോണ്ടല്ലോ ആൾക്കാരെ കൽബിക്ക് തിരിച്ച് ശരിയാണെന്ന് തോന്നില്ല എന്ന പറഞ്ഞ മാതിരി ഓല മദ്ഹബ് ഇങ്ങനെ പരക്കാൻ തുടങ്ങി. ഫീമ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഓരോ വിശ്വാസം ഇങ്ങനെ പരന്നു. ഏതുവരെ ഇത് പോയി അറിയോ? ഇലാ അൻ ഖാല ഷെയ്ഖു അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു നമ്മുടെ ഇമാമാണ്,
മഹാനർ പറയുന്നത് വരേലി ഉസ്താദിഹി തൻ്റെ ഗുരുവാകുന്ന ആരാളാണ് അബി അലിയിനിൽ ജുബ്ബായി അബുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഗുരു മുഅ്തസിലിയാണ്. മുഅ്തസിലിൻ്റെ വക്കൽ നിന്നാണ് അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു ദീനിൻ്റെ വിശ്വാസപരമായി പഠിച്ചിരുന്നത്. എന്നിട്ട് പിന്നെ എന്തുകൊണ്ട് അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് അള്ളാഹുവിൻ്റെ തൗഫീഖ് മൂപ്പർക്ക് ഉണ്ടായി. അതിന് മറുപടി ഉള്ളൂ. ആ എന്താണ് ശിഷ്യൻ ഉസ്താദിനോട് ചോദിച്ചറിയോ? മാ തഖൂലു, ഒരു ഗുരു തങ്ങൾ എന്ത് പറയുന്നു ഫി സലാസത്തി ഇഖ്വത്തിൻ, മൂന്ന് സഹോദരങ്ങളുടെ കാര്യത്തിൽ, മാതാഹദഹു മുത്തിഅൻ വല്ലാഖിറു ആസിയൻ വസ്സാലിസു സഗീറൻ. ഒരാൾ ഏതോ എ ബി സി മൂന്നാൾക്കാർ. എ എങ്ങനെ മരിച്ചു? മുത്തിയാൻ, അള്ള പറഞ്ഞ മോദി അനുസരിച്ച് ജീവിച്ചു. വല്ലാഖിറു, ബി എങ്ങനെ ജീവിച്ചു? തന്നി തമ്മാടിയായിട്ട് ജീവിച്ചു. അള്ള പറഞ്ഞ ഒന്നും ചെയ്യൂല, ചെയ്യരുത് നമുക്ക് ചോദിച്ചു, അങ്ങനെ ജീവിച്ചു. വസ്സാലിസു സഗീറൻ, സി എങ്ങനെ? ഓ പ്രായപൂർത്തിയാണെങ്കിലും പിന്നെ മരിച്ചു ചെയ്തു. ഫകാലൽ അവലു, ഫകാല, അപ്പോൾ ജുബായി അതിന് മറുപടി പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ പ്രശ്നം? അല്ലവലി സാബുബിൽ ജന്ന, ആദ്യത്തവനിക്ക് എന്ത് ചെയ്യും? സ്വർഗം കൊടുക്കും. ഫസാനിയ യാക്കബിന്ന, രണ്ടാമത്തവൻ നരകം കൊണ്ട് രക്ഷിക്കപ്പെടും ചെയ്യും. ഫസാരിസുല യുസാബു അല യാക്കബു, ഓൻ സ്വർഗം കൊടുക്കൂല, നരകം കൊടുക്കൂല. മറുപടി കേൾക്കാൻ നല്ല സുഖമുണ്ട്. അപ്പോൾ ശിഷ്യ വന്ന് അശ്അരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫൈൻ കാല, അപ്പോൾ പിന്നെ അസാലിസു മൂന്നാമെന്നും ചോദിച്ചാൽ, കാലക്ക് ചോദിച്ചു എന്ന് അർത്ഥട്ടോ. യാ റബ്ബിൻ്റെ റബ്ബെ ലിമ അമത്തനി സഗീറൻ, എന്തിനാ റബ്ബെ സിയാണ് ചോദിക്കണത്, എന്തിനാ ഇന്നെ കുട്ടിക്കാലത്ത് ലിമ അമത്തനി സഗീറ, നീ എന്തിനാ റബ്ബെ എന്നെ കുട്ടിക്കാലത്ത് മരിപ്പിച്ചത്? വമാ അബക്കൈത്തനി ഇലാങ് അക്ബുറ, ഞാനൊരു വലിയ ആളാ, പ്രായപൂർത്തിയാണ് വരെ എനിക്ക് എന്നെ ജീവിപ്പിച്ചുകൂടെയായിരുന്നോ? ഇപ്പോൾ ഊമിനു ബിക്ക, എന്നാൽ പിന്നെ ഊമിന ബിക്ക, നിനക്ക് നിന്നെ കൊണ്ട് വിശ്വസിക്കാമായിരുന്നല്ലോ. ഓ ഉത്തിയാക്ക, നിനക്ക് അനുസരിച്ച് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ അതുഹുലൽ ജന്ന, എങ്ങനെ സുഹൃത്ത് കിടക്കും ചെയ്യുന്നല്ലോ. എന്താ ആ സ്വർഗീയ ആനന്ദം എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? പിന്നെ മാതാ യഖൂലു റബ്ബു തആല, അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹ് എന്താ പറയുക ചോദിച്ചു ജുബൈനോട്. അപ്പോൾ കാല, അപ്പോൾ ജുബായി പറഞ്ഞു, യഖൂലു റബ്ബു, അപ്പോൾ റബ്ബ് പറയും, ഇന്നി കുന്തു അഅലമു, മോനെ എനിക്ക് ആദ്യം അറിയായിരുന്നു, അന്നകലോ കബീർത്ത, നിശ്ചയമായിട്ട് നീ വലുതായി കഴിഞ്ഞാൽ അസൈത്താനി ദോഷം ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ദഹൽത്തൻ നാറായി, നരകത്തേക്ക് കയറാൻ കടക്കാൻ എനിക്കറിയാം, അതുകൊണ്ടാണ്. ഫക്കാനൽ അസ്ലഹുലക്ക, അതുകൊണ്ട് നിനക്ക് ഏറ്റവും നല്ലത് ആയിരുന്നു അൻ തമൂത്ത സഗീറ, നീ കൊച്ചു കുട്ടിയാകുമ്പോൾ അതിന് മരിക്കലായിരുന്നു എനിക്ക് നന്നായത്, അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് മരിപ്പിച്ചത്. കാല ശരി. അപ്പോൾ അശ്വറിള്ളാൻ ചോദിച്ചു, ഫൈൻ കാല സാനി, നമ്മൾ ബി ഉണ്ടല്ലോ, കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് ജീവിച്ച അയാൾ അള്ളാഹ് ചോദിക്കുക, യാ റബ്ബി റബ്ബെ ലിമലം തുമിത്തിനി സഗീറ, ഈ എന്താ റബ്ബെ എന്നെ കുട്ടിക്കാലത്ത് മരിപ്പിച്ചാഞ്ഞ്? എല്ലാ ആസിയലക്ക, എനിക്ക് ഞാൻ ദോഷം ചെയ്യാതെക്കാൻ, പല അതുപോലെ എന്നാറാൻ, ഞാൻ ഈ നരകത്ത് കടന്ന് ഇങ്ങനെ ശിക്ഷ അനുഭവിക്കല്ലേ, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് മരിപ്പിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചാൽ, ഇപ്പം മാതാ യഖൂലു റബ്ബു, അപ്പം റബ്ബ് എന്താ പറയുക ചോദിച്ചു. അപ്പോൾ ബുഹിത്തൽ ജുബായി, അപ്പോൾ ജുബായി ആട്ടം മുട്ടി, പിന്നെ എത്തും ഉണ്ടാവില്ല. ഇതാണ് ആട്ടം മുട്ടിയപ്പോൾ തറക്കൽ അശ്അരിയു മദ്ഹബഹു, ആ അബു അലിയിൽ ജുബായിൻ്റെ ആ പിഴച്ചതായിരിക്കുന്ന വിശ്വാസം ഉണ്ടല്ലോ, അതിന് അശ്അരി റളിയല്ലാഹു അൻഹു അങ്ങ് വലിച്ചെറിഞ്ഞോ. എന്നിട്ട് വസ്തഖല ഹുവ വമൻ തബിഅഹു, ബഹുമാൻ അബൂ ബക്കർ റളിയല്ലാഹു അൻഹും തൻ്റെതായിരിക്കുന്ന പിമ്പറ്റിയതായിരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളും ജോലിയായി ബിബ്താലി റഅയിൽ മുഅ്തസിലത്തി, മുഅ്തസിലിയാക്കരുടേതായിരിക്കുന്ന പിഴച്ചതായിരിക്കുന്ന വിശ്വാസം ബാത്തിലാക്കൽ കൊണ്ടും, വൈസ്ബാത്തി മാ വറദ ബിഹി സുന്ന, അള്ളാഹുവിൻ്റെ മുത്തുനബിൻ്റെ തിരുസുന്നത്ത് ഏതൊന്ന് കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ തന്നെ സ്ഥാപിതാക്കൽ കൊണ്ടും ജോലിയായി. അപ്പോൾ മലാ അലൈഹിൽ ജമാ, സ്വഹാബത്തും താബീങ്ങളുമാവുന്ന മുസ്ലിം സമൂഹം ഏതൊന്നുകൊണ്ട് മേൽ നടന്നു പോന്നിരുന്നു അങ്ങനത്തെ ഒന്നിനെയും സ്ഥാപിതാക്കൽ കൊണ്ട് ജോലിയായി. ഇപ്പോൾ സുമ്മു, അവർക്ക് പേരിടപ്പെട്ടൊക്കെയാണ്, ഒരിട്ടക്കല്ല, അവർക്ക് പേരിടപ്പെട്ടു അഹ്ലു സുന്നത്തി വൽ ജമാ, അഹ്ലു സുന്നത്തി വൽ ജമാ എന്ന് പേരിടപ്പെട്ടു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ ലമ്മാ നുഖിലത്തിൽ ഫൽസഫത്തു, പിന്നെ ഈ തത്വശാസ്ത്രത്തെ നഖൽ ചെയ്യപ്പെട്ടപ്പോൾ, ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടപ്പോൾ എങ്ങോട്ട്? ഇലൽ അറബിയ, അറബി ഭാഷയിലേക്ക്. ആദ്യം സുരിയാനി ഭാഷയിലോ അല്ലെങ്കിൽ യുനാനി ഭാഷയിലൊക്കെ ഉള്ളതാ സമ്മതിയാണത്.
ഒരു ഹാദഫിൽ ഇസ്ലാമിയുന ഇസ്ലാമിൻ്റെ വക്താക്കൾ അതിൽ ആഴ്ന്നിറങ്ങുകയും ചെയ്തപ്പോൾ ഒരു വിനോദം നിലനിൽക്കൊക്കെ ആഴ്ന്നിറങ്ങണതിനകത്ത് പ്രവേശിക്കണതിനാ ഹാള എന്നറിയാം. അപ്പോൾ ഹാവലു റദ്ദാലിൽ ഫലാസിഫത്തി ഒരു ഉദ്ദേശം എന്താണ്? ഫൽസഫക്കാരമ്പിൽ റദ്ദ് ചെയ്യുക എന്നുള്ളതാണ്. ഫീമ ഹാലഫുഹി ഏതെന്ന വിഷയത്തിൽ അവർ എതിരായിരിക്കുന്നോ ശരീഅത്തിനോട് അങ്ങനത്തെ കാര്യത്തിൽ ആലം കദീമ എന്നുള്ള വാദമൊക്കെ ഉണ്ട് ഫൽസഫക്കാർക്ക്. നമ്മൾ ആലം ഹാരിസ എന്നുള്ള വാദക്കാരല്ല മുസ്ലിമീങ്ങൾ. അപ്പോൾ അത്തരം കാര്യത്തിലൊക്കെ ഫൽസഫക്കാർ റദ്ദ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അതിൽ പ്രവേശിച്ചത്. അതുപോലെ തന്നെ ഫലത്തൂബിൽ കലാമി അങ്ങനെ അവർ പ്രവേശിപ്പിച്ചു. ബിൽ കലാമി ഈ പരിശുദ്ധമായ ഇൽമുൽ കലാമിനോട് കസീറമിൽ ഫൽസഫ ഈ തത്വശാസ്ത്രത്തിൽ നിന്ന് ധാരാളം. എന്തിന്? ഹക്കീക്കോ മക്കാസിദഹ അവരുടെ ആ മത്സവൻ്റെ മക്സൂദ് ഹക്കീക്കാക്കാനും വേതമക്കനും ഇനിബത്താലിയ അങ്ങനത് ബാത്തിലാക്കാൻ സാധിക്കാനും ഒക്കെ. അപ്പോൾ ഹലുമ്മ ചറ അങ്ങനെ അതിനു വേണ്ടി ഇത് ചെയ്യും, ഇതിനു വേണ്ടി അത് ചെയ്യും, അതിനു വേണ്ടി ഇത് ചെയ്യും, അങ്ങനെ പോയി ഇലാ അൻ അദറജു ഫീഹി ആ ഇൽമുൽ കലാമിൽ അവർ കടത്തിക്കൂട്ടി മുഅല്ലമത്ത് തബീഇയ്യാത്തി വൽ ഇലാഹിയ്യാത്തി ഭൗതികശാസ്ത്രത്തിൽ നിന്നും സിംഹഭാഗവും വൽ ഇലാഹിയത്തി ദൈവിക ശാസ്ത്രത്തിൽ നിന്നും കുറേ കടത്തിക്കൂട്ടി. വഹാലു അവർ ആഴ്ന്നിറങ്ങി ഫി റിയാദിയാത്തി ഗണിതശാസ്ത്രത്തിലെല്ലാം. ഹത്ത എത്രത്തോളം കാത അടുത്തു ലായത്തമയ്യസു ഇൽമുൽ കലാം വേർതിരിയാകാതിരിക്കാൻ അടുത്തു അനിൽ ഫൽസഫത്തി ഈ തത്വശാസ്ത്രം. അപ്പം തത്വശാസ്ത്രം ഏതാണ് ഇൽമുൽ കലാം ഏതാണെന്ന് തിരിയാതെയായിപ്പോയി, അത്രത്തോളം അങ്ങ് കലർന്നു പോയി. ലൗലസ്തിമാലു പോലെ സമ്മയ്യാത്തി ഇൽമുൽ കലാമിൽ കുറച്ച് ആയത്തും ഹദീസ് പോലുള്ള കുറേ ആയ ഈ മസ്മുആത്തിലൂടെ പോരുന്ന ഇൽമുൽ മസ്മുആത്ത് ഉണ്ടല്ലോ, അതിൽ നിന്ന് ചിലതിന് മേൽ മുസ്തമിൽ അല്ലെങ്കിൽ ഇൽമുൽ കലാം തീരെ തിരിയില്ലായിരുന്നു. ഇങ്ങനെ അത്രത്തോളമായി. വഹാദാ ഹുവ കലാമുൽ മുതാഖിരീൻ ഇതാണ് ശരിക്കും മുതാഖിരീങ്ങളുടെ ഇൽമുൽ കലാം. ഒബിൽ ജുംലത്തി മൊത്തത്തിൽ പറഞ്ഞാൽ അഥവാ ഈ ഫൽസഫയുമായി കലർത്തപ്പെട്ടതായ ഇൽമുൽ കലാം ഉണ്ടല്ലോ, അതാണ് മുതാഖിരീങ്ങളുടേതായിരിക്കുന്ന ഇൽമുൽ കലാം. ആദ്യകാലത്തെ ഒന്നുമല്ലേനു. ഒബിൽ ജുംലത്തി ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിലും അഷ്റഫുൽ ഉലൂമി ഇൽമ അഷ്റഫുൽ ഉലൂമാണ്, ഇൽമിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഷറഫുള്ളതാണ്. ലി കൗനിഹി അസാസൽ അഹ്കാമി ഷറയ്യത്തി കാരണം ഈ വിശ്വാസശാസ്ത്രം എന്ന് പറഞ്ഞത് ഷറയ്യ ഹുക്കുമിൻ്റെ അടിത്തറയാണ്. റഈസൽ ഉലൂമി ദീനിയത്തി ദീനി വിജ്ഞാനങ്ങളുടെ തലവനുമാണ്. മാത്രമല്ല കൈനി മാലൂമാത്തിഹി അതിൻ്റെ ഈയിലെ മാലൂമാത്ത് ആവുകയും ചെയ്തതിന് വേണ്ടിയല്ല കായിദുൽ ഇസ്ലാമിയ വിശ്വാസ ശാസ്ത്രമായതിന് വേണ്ടിയും ഓയത്തിഹി അതിന് അന്ത്യഫലമായതിന് വേണ്ടിയൽ ഫൗസബി സാദതി ദീനിയത്തി ദുനിവേറ്റി ദീനിയും ദുനിവിയുമാതായിരിക്കും വിജയങ്ങളെ കൊണ്ട് വിജയിക്കലുമായതിന് വേണ്ടി. അപ്പോൾ വറാഹീനിഹി അതിൻ്റെ ലക്ഷ്യങ്ങളായതിന് വേണ്ടിയൽ ഹുജ്ജൽ ഖത്ഇയ്യത്ത അത് ഖത്ഇയ്യായ ദലീലാണ്, വന്നിയും വഹ്മിയും ഒന്നുമല്ല, നല്ല ഖത്ഇയ്യായ ലക്ഷ്യങ്ങളാണ് അതിൻ്റെ ബുർഹാനുകൾ. അൽ മുഅയ്യദ അക്തറുവാദിന് അധികവും ബലം നൽകപ്പെട്ടത് ബിൽ അതില്ലത്തി സംഇയ്യത്തി ആയത്ത് ഹദീസ് പോലുള്ളതായിരിക്കുന്ന ദലീലുകളാണ്. ആ സംഇയ്യ ദലീലുകളെ കൊണ്ട് അക്സറിനേക്ക് ബലം നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഉലൂമായി മാറിയത്. വമാനൊക്കില നക്കൽ ചെയ്യപ്പെട്ട ഒന്നാവുന്നവൻ ബാലി സലഫി ആ മുൻഗാമികളിൽ നിന്ന് ചിലരത്തോട്ട് നക്കൽ ചെയ്യപ്പെട്ട ഒന്നാവുന്നത് മിനെന്ന എന്തിനാൽ മിന തൈനി ഫീഹി ഈ ഇൽമുൽ കലാമിൽ ആക്ഷേപിക്കലിനാൽ ഹേയ് അതൊന്നും പഠിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ചില ആളുകളുടെ ഇബാറത്തൊക്കെ കാണാം. ഒരു മൻ ഹൈനത്തോട്ട് മൻ ചെയ്യലിനാലും ഫൈനമാഹുവ അത് ലിൽ മുതാസിബി ഫിദ്ദീനി അത് ദീനിൽ പക്ഷപാതം കൂടുന്ന ആളുകളെ കൊള്ള നോക്കിയിട്ടാണ്. താൻ മനസ്സിലാക്കിയത് അങ്ങനെ ശരിയാണെന്ന് സ്ഥാപിക്കുന്ന ചില ആളുകളുണ്ടാവും, അങ്ങനെ മുതാസിബ് എന്നറിയാം. പിന്നെ ഒരു കാസിരിയൻ തഹ്സീലിൽ യക്കീൻ ഹാസിലാക്കലിനെ തൊട്ട് അശക്തരമായവർക്കുമാണ്. വൽ കാസിദി ഇഫ്സാദ് അഖായിദുൽ ഇസ്ലാം മുസ്ലിമീങ്ങളുടെ വിശ്വാസങ്ങളെ ഫസാദാക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുമാണ്. വൽ ഖായിലി ഫീമാല അഫ്തഖിറു ഇലൈഹി ആവശ്യമില്ലാത്തതിൽ ആഴ്ന്നിറക്കുക ബാത്തിൻ്റെ രീതിയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു വിനോദം നിലക്കൊക്കെ ആഴ്ന്നിറങ്ങുന്നതിനാ ഹൗല് അറിയാം. അങ്ങനത്തെ ഹായിലിങ്ങൾക്കുമാണ്. മിൻ ആവുന്നതിനാൽ മാരാഫ്തഖിറെന്നതിനാൽ മിൻ ഖവാമിദിൽ മുതഫൽസിഫീന തത്വശാസ്ത്രജ്ഞന്മാരിലെ ഇവിടെ കുറേ അഗാധമായതായിരിക്കുന്ന ചർച്ചകളാൽ അതൊന്നും മനുഷ്യൻ പഠിച്ചോളം തന്നെയല്ല. അതിനെ പറ്റിയാണ് വന്നത്. ഇല്ല അങ്ങനെ വെച്ചിട്ടില്ല ശരിയാവില്ല. കൈഫത്തെ സൗവറുൽ മൻഉ എങ്ങനെ തടഞ്ഞക്കൽ കോലപ്പെടുക ഒരു ഇൽമുൽ കലാമിനെ തൊട്ട് ഹുവ അസുലുൽ വാജിബാത്തി വസാസുൽ മഷ്റൂആത്തി മഷ്റൂആത്തിൻ്റെതായിരിക്കുന്ന അടിത്തറയും വാജിബാത്തിൻ്റെതായിരിക്കുന്ന അസുലുമാതായിരിക്കുന്ന സംഗതി എങ്ങനെ തടഞ്ഞേക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതുകൊണ്ട് ചില ഇമാമികളുടെ വിവാഹത്തിൽ ഒരാൾ ഇൽമുൽ കലാം പഠിക്കണ്ട എന്നൊക്കെ പറഞ്ഞത് എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഫൽസഫക്കാരുടെ ഖവാമിലും ഒന്നും പഠിക്കണ്ട എന്നർത്ഥത്തിനാണ് പറഞ്ഞത്.
അത്തൊബിയ്യാത്തു വഹിയ, ഈ തൊബിയ്യാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൽമാണ്. തബ്ഹസു, അത് ചർച്ച നടത്തും. അമ്മാ യഹ്താജിലൽ മാദത്തി ഫി ദിഹിനി വൽ ഹാരിജി, ദിഹിനിലും ഹാരിജിലും ഒരു മാദയിലേക്ക് ആവശ്യമുള്ളതിനെക്കുറിച്ച്, ജിസ്മു പോലെയുള്ള. ഇലാഹിയാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഹിയാതെന്ന മാരിൽമാണ്. ഈ തബ്ഹസു, അത് ചർച്ച നടത്തും. അമ്മ ഒന്നിനെ പറ്റി ലാ യഹ്താജിലൽ മാദത്തി, ഒരു മാദയിലേക്കേ ആവശ്യമില്ല. ലാഫിൽ ഹാരിജി വല ഫി ദീനി, ഹാരിജിലോ ദീനിലോ ഒന്നും ആവശ്യമില്ല. ഉജൂദ്, ഉജൂബ്, ഇല്ലത്ത്, മാലൂലൊക്കെ പോലെയുള്ള. റിയാദിയാത്ത് പറഞ്ഞാൽ വയ്യ എന്നാണ്, മാ എന്നാണ്. തബ്ഹസു, അത് ചർച്ച നടത്തും. അമ്മ അതിനെ പറ്റി യഹ്താജിൽ മാദത്ത് ഫിൽ ഹാരിജി, ഹാരിജിൽ മാദയിലേക്ക് ആവശ്യമാണ്. പക്ഷേ ലാഫി ദീനി, മനസ്സിൽ കോലപ്പെടുത്താൻ മാദ ആവശ്യമില്ല. കുറ പോലെ വൈനലക്കടയും യുംകിനുഹു തസവ്വുറു ശകിലിയ, ഈ ഗോളത്തിൻ്റെ ആകൃതി, പന്തിൻ്റെ ആകൃതിയൊക്കെ ആക്കലിന് കോലപ്പെടുത്താൻ ഉപയോഗിക്കും. മിൻ വൈരി യതസവ്വറഹ ഫി മാദ, ഒരു മാദയിൽ കോലപ്പെടുത്തുകൊണ്ടല്ലാതെ തന്നെ, ഹഷബോ ഹദീദോ ആവുന്നൊരു മാദ ആവശ്യമില്ലാതെ തന്നെ കോലപ്പെടുത്താൻ ഉപയോഗിക്കുമല്ലോ. സമയ്യാത്ത് പറഞ്ഞ വയ്യ ബഹാസുൻ, ചില ചർച്ചകളാണ്. യക്കൂനും അക്സറു മാലിൽ മദാരി ഫീഹ, അതിലുള്ള അക്സറുൽ മദാറും ആയിരിക്കും, ചർച്ചയുടെ കേന്ദ്രമായിരിക്കും. അല്ലെങ്കിൽ അതില്ലത്ത് സമയ്യത്തി, അള്ളാഹുവിൽ നിന്നോ റസൂലിൽ നിന്നോ ഉള്ള പോരുന്ന പിന്നെ പാരമ്പര്യമായിട്ട് ചവിട്ടുകൂടെ പോരുന്ന, അഥവാ സമയ്യത്തൂടെ പോകുന്നതാണ്. അങ്ങനത്തെ ദലീലുകളായിരിക്കും ആയത്ത് ഹദീസ് പോലുള്ള. മബാഹിസി നുബൂവത്തി, നുബൂവത്തിൻ്റെ ബഹസുകളെ പോലെ, വൽ മലായികത്തി, മലക്കളുടെ ബഹസുകളൊക്കെ പോലെ, വൽ കബറുൽ ജന്നത്തി, കബർ, സ്വർഗം പോലതിനെ കുറിച്ചുള്ള ബഹസുകളൊക്കെ പോലെയുള്ള ഇതിനാണ് സമയ്യാത്ത് അറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ ലമ്മാ കാന, ആയപ്പോൾ, മബ്ന ഇൽമിൽ കലാം, നമ്മൾ ചർച്ച ചെയ്യുന്ന ഇൽമുൽ കലാമിൻ്റെ അടിത്തറ ആയപ്പോൾ, എന്തിൻ്റെ മേലായപ്പോൾ, അലൽ ഇസ്തിദ്ലാലി, ലക്ഷ്യം പിടിക്കലിൻ്റെ മേലായപ്പോൾ. എന്തുകൊണ്ട്, എന്തിൻ്റെ മേലിൽ? ബി വുജൂദിൽ മുഹ്ദസാത്തി അല വുജൂദി സാനിഇ, ഈ ഉള്ള വസ്തുക്കളെ കൊണ്ട് അതിൻ്റെ നിർമ്മാതാവിൻ്റെ വുജൂദിൻ്റെ മേലിൽ ലക്ഷ്യം പിടിക്കലായപ്പോൾ. ഇവളിങ്ങനെ പോകുമ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണാണ്ട്, ഒരു മൊബൈൽ കണ്ടാൽ മനസ്സിലാവും ഇതിന് നിശ്ചയിച്ച ആളും ഇതിന് നിർമ്മിച്ച ഒരാളും ഉണ്ട്. ഏതൊരു സാധനം ഉണ്ടാക്കിയ ഒരാളുണ്ടാവുമല്ലോ. അപ്പം ഈ കാണുന്ന ആകാശവും ഈ കാണുന്ന ഭൂമിയും ഈ കാണുന്ന സർവ്വചരാചരങ്ങളും ഇതിൻ്റെയൊക്കെ ഒരു ഖാലിഖുണ്ടാവുമല്ലോ. അങ്ങനെ ആയപ്പോൾ വതൗഹീദിഹി വസിഫാത്തിഹി വഅഫ്ആലിഹി, അവൻ ഏകനാണ്, അവന് കുറേ വിശേഷണങ്ങളുണ്ട്, അവൻ ഇന്നാലും കുറേ ഫീലുകളുണ്ട്, ഇതിൻ്റെ മേലിലൊക്കെ ലക്ഷ്യം പിടിക്കലിൻ്റെ മേലിൽ ആയപ്പോൾ. പിന്നെ എങ്ങനെ? സുമ്മ മിൻഹ, പിന്നൽ ഉസൂൽ മിൻഹ എന്നുണ്ടെങ്കിൽ ഇല്ലല്ലോ, സുമ്മൽ ഉസൂലി മിൻഹ എന്നില്ലല്ലോ. ഇന്തിക്കാലുണ്ടോ? സുമ്മൽ ഇന്തിക്കാലി, ഇന്ത്യയിൽ ഒന്നുമില്ല അവിടെ, സുമ്മ മിൻഹ എന്നുള്ള ഇന്ത്യയിൽ. പിന്നെ നീങ്ങലിൻ്റെ മേലും ആയപ്പോൾ, മിൻഹ, അതിൽ നിന്ന്, ഇല സായിരി സംഹിയാത്തി, മറ്റെല്ലാ ആയത്തും ഹദീസും നമുക്ക് സ്വീകാര്യമാകണമെങ്കിൽ തന്നെയും എന്തു വേണം? അള്ളാഹിൻ്റെ റസൂലിൽ വിശ്വസിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് വഹയി കൊടുത്തിന് വിശ്വസിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് വിശ്വസിക്കണം. ഇതൊക്കെ ഉണ്ടാവണമല്ലോ. അപ്പോൾ അതിൽ നിന്നാണ് പിന്നെ എനിക്ക് നീങ്ങേണ്ടത്, മറ്റു സമയത്തിലേക്ക് നീങ്ങേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മഖ്ലൂഖാത്ത് കണ്ടുകാണ്ട് ഇതിനൊക്കെ ഒരു ഖാലിഖ് ഉണ്ട് എന്നും, അപ്പോൾ അതിലൂടെ ഇങ്ങനെ മനസ്സിലാക്കിയപ്പം പിന്നെന്ത് വേണമെന്നറിയോ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി പ്രവാചകന്മാരയക്കുന്നുണ്ട് എന്നും, അങ്ങനെ ആയത്തും ഹദീസും ഒക്കെ തെളിവ്. ഇങ്ങനെ ഇതാണ് സ്റ്റെപ്പ്. ഇങ്ങനെ ആയപ്പോൾ നാസബ, അനുയോജ്യമായി, തസ്ദീറു കലാമി എന്നാൽ കിതാബിന്ന തസ്ദീറുൽ കിതാബി, നമ്മളെ കിതാബിനെ തുടങ്ങൽ ആയി, ബി തംബീഹി അല വുജൂദി മാ യുശാഹദു, ഈ കാണപ്പെടുന്നതായ വസ്തുക്കളെ, മുഷാഹദാത്തുകളെയൊക്കെ വുജൂദിൻ്റെ മേൽ ഉണർത്തൽ ആയി കൊണ്ട് തുടങ്ങൽ അനുയോജ്യമായി. മനസ്സിലായില്ല? ആദ്യം എന്ത് പറയണം? നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ഈ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ അവിടെ ഉള്ള തന്നെയാണ് തിരിയണ്ടേ. എന്നിട്ട് പിന്നല്ലേ നമുക്ക് ഉണ്ടാക്കിയ ആളുണ്ടോ തീരുമാനിക്കണ്ടേ, ആ സാധനം ഉണ്ട് എന്ന് പറയണ്ടേ. അല്ല അയ്യാനി, കുറേ അയിനുകളും, വല്ല അയറാലി, ആ അയിനുകളിൽ അയറിലാവുന്ന ഓരോ വസ്തുക്കളും,
കഴിഞ്ഞിട്ടില്ല. തഹക്കുക്കി, തഹക്കുക്കിൻ്റെ അകത്ത് വജൂദുമക്കാട്ടോ. തഹക്കുക്കിൽ ഇൽമി ബിഹിമ, അവ രണ്ടു കൊണ്ടുമുള്ളതായിരിക്കുന്ന ഇൽമ് മുതഹഖഖാണ്, ഉള്ളത് തന്നെയാണ് എന്നതിൻ്റെ മേലും ഉണർത്തൽ കൊണ്ട് തലക്കൽ കൊടുക്കൽ അനുയോജ്യമായി. പിന്നെ എന്തിനു വേണ്ടിയിട്ട് യുദ്ലി ഉത്തവസ്സല ബിദാലിക്ക, അതുകൊണ്ട് ചേരപ്പെടാൻ വേണ്ടിയില്ല മാരിഫത്തി മാഹുൽ മഖ്സൂദുൽ അഹമ്മു, മഖ്സൂദുൽ അഹമ്മ് അത് മുഖ്യ വിഷയമാവുന്ന ഒന്ന് അറിയലേക്ക് അത് മുഖേന ചേരപ്പെടാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഇട്ട് വെച്ചതാണ്. ഏത് മൂപ്പർ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ കാല മുസ്ലിം പറഞ്ഞു ഹക്ക് ആലാഹുലുൽ ഹക്കി, ഇനി മഹത്ത് വായിച്ചൂടെ. ഹക്കിൻ്റെ അഹ്ലുകാർ പറഞ്ഞു എന്ത്, ഹഖായിഖുൽ അശിയാഇ സാബിതത്തുൻ, അല്ലേ, ഈ ഉള്ള വസ്തുക്കളൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. പിന്നെ വൽ ഇൽമു ബിഹിമാ മുത്ബിയാ മുതഹഖഖുൻ, അതുകൊണ്ടുള്ള ഇൽമ് ഉറപ്പുള്ളതും ആണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് പിന്നെ എനിക്ക് കിടക്കുന്നത് ബാക്കിയുള്ള വിഷയത്തേക്ക് കിടക്കുന്നത്. ഞാൻ വിട്ട് വായിച്ചു കഴിഞ്ഞു. വഹുവ, ഈ ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹക്കിൻ്റെ അഹ്ലുകാർ പറഞ്ഞു ഈ ഹക്ക് എന്ന് പറഞ്ഞാൽ ഹുക്കുമുൽ മുതാബിഖുലിൽ വാഖിഇ, ഈ ഖാരിജിൽ സംഭവിച്ചതിനോട് ഒത്ത ഹുക്കുമ്, ഇവിടെ സംഭവിച്ചതിനോട് ഒത്ത ഹുക്കുമിനാണെന്ന് പറയുക ഹക്ക്, ഹക്ക് എന്ന് പറയുക. യുത്തലക്കു, ഈ ഹുക്കുമിനെ ഈ ഇങ്ങനെയും ഹക്കിനെ പറയപ്പെടും അലൽ അഖ്വാലി വൽ അഖാഇദി വൽ അദിയാനി വൽ മദാഹിബി, വാക്കിനെ പറ്റി ഹക്കായ വാക്ക് അറിയും, അഖീദിനെ പറ്റി ഹക്കായ അഖീദ എന്ന് പറയും, അദിയാനെ പറ്റി പറയും ഹക്കായ ദീനി എന്ന് പറയും, മദാഹിബിനെ പറ്റി എന്ത് ചെയ്യും, ഹക്കായ അഭിപ്രായം എന്നൊക്കെ പറയും. ഈ പലോതിനും പണ്ട് ഇങ്ങനെ ഹക്ക് ഹക്ക് എന്ന് പറയലുണ്ട്. അതെങ്ങനെ അതിനെ പറ്റിയൊക്കെ അങ്ങനെ പറയാൻ കാരണം ഏറ്റിബാരി ഇസ്തിമാലിഹ, ഇവകളൊക്കെ ചുറ്റിയിട്ടുണ്ടെന്ന് ഏറ്റിബാർ ചെയ്തിട്ട് അല്ലാതാലിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കിനോടൊത്ത ഹുക്കുമിൻ്റെ പേരിൽ വാക്കിനോടൊത്ത ഹുക്കുമുണ്ടായതുകൊണ്ടാണ് ഇസ്ലാമിനെ പറ്റിയത് ഹക്കായ ദീനാണ് അറിയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാളുടെ അഭിപ്രായം വാക്കിനോടൊത്ത ഹുക്കുമാണ് അയാളെ വർത്തമാനത്തിൽ വരുന്നത്. അതുകൊണ്ട് അയാളൊരു എന്താ പറയും, അയാളെ മദ്ഹബ് എന്താണ്, ഹക്കായ മദ്ഹബാണെന്നൊക്കെ പറയും. അപ്പോൾ ഹക്ക് ഹക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ഒപ്പത്തിനൊപ്പം പറഞ്ഞ സാധനം ചേർത്തി പറയും. അമ്മ സ്വിദഖു, അപ്പോൾ സ്വിദഖാവുന്നത് ഫഖദ് ഷാ ഇസ്തിമാലുഹു ബിൽ അഖ്വാലി, അത് അഖ്വാലിലാണ് അതിൻ്റെ ഇസ്തിമാൽ ഷായി ആയത്, ഹാസത്തൻ കൗലുകളിൽ മാത്രം. മറ്റങ്ങനെയല്ല, കൗലിനും അഖീദക്കും ദീനിനും മദ്ഹബിനും ഒക്കെ എന്ത് പറയും, ഹക്ക് പറയും. അതേ സ്ഥലത്തിൽ ഒരാളുടെ വായിൽ നിന്ന് വരുന്നതിനെ പറ്റി മാത്രമേ എന്താ അറിയുള്ളൂ, സാദിക്കായ കൗല് അറിയും. അല്ലാതെ സാദിക്കായ ദീന് എന്നതില്ല പറയില്ല, സാദിക്കായ അഖീദ എന്നൊന്നും പറയില്ല. പറയതിനാണ് കല്യാണം പറയും ചെയ്യും. എന്താ കഥ ഷായ എന്നല്ല പറഞ്ഞത്, ദൃശ്യം വ്യാപകമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഷായി അല്ലാത്ത രീതിയിൽ ഏതുകൊണ്ട് മറിച്ചും ഉണ്ട്. അപ്പോൾ യുക്കാബിലുഹു, സിദുക്കിന് നേരെ മുക്കാബിലായിട്ടും വരുവൽ കിതുബു, കിതുബ് അറിയും. ആ ഓൻ്റെ വാക്ക് സാദിക്കാണ് അറിയുമ്പോൾ ഓൻ്റെ വാക്ക് ഗാദിബാണെന്നാണ് മുക്കാബിലി വരിക. പിന്നെ ഇനി ഇങ്ങനെയും ഫറക്ക് പറയപ്പെടാൻ പറ്റും. എന്തുകൊണ്ട്? ബൈനഹുമ, ഈ സിദുക്കിൻ്റെയും ഹക്കിൻ്റെയും ഇടയിൽ ബി അന്നൽ മുതാബക്കത്ത, നിശ്ചയമായിട്ടും ഈ ഏത് ഒന്ന് അതിനോട് വാക്കിനോട് ഹുക്കും ഇങ്ങോട്ട് ഒക്കെന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒക്കല് തുഴത്തബറുൽ ഹഫിൽ ഹക്കി, ഹക്കിൽ അതിന് പരിഗണിക്കപ്പെടും വാക്കിൻ്റെ ജാനിബ്. അപ്പോൾ അയിനാക്കി പിടിക്കുന്നത് അയിനെയാണ്. അയിന് നക്കീലി ഉണ്ടാവില്ല നമ്മൾ പറയണത്. ഇതിൻ്റെ ഒരാദ്യം കുത്തി പിടിക്കും നമ്മൾ. അപ്പോൾ ആദ്യം നമ്മൾ വാക്കുകളിനോട് പിടിച്ചു, ഇവിടെ നടന്നത് എന്താണ്, അതിനോട് ഏതൊത്തണോ, വാക്കൊത്തണോ, ഓൻ്റെ വിശ്വാസത്തണോ, അങ്ങോട്ട് നോക്കിയിട്ട് എന്ത് പറയും, ഹക്ക് എന്ന് പറയപ്പെടും. ബഹുസ്വദുക്കി, സ്വിദുക്കിൽ പരിഗണിക്കപ്പെടും. ചോടുന്ന് മീ ജാനിബിൽ ഹുക്കും, ഈ ഹുക്കുമിൻ്റെ ഭാഗത്തിൽ. അപ്പോൾ ഹുക്കുമിനെ നമ്മൾ അതിനാക്കി പിടിവള്ളിയാക്കി പിടിക്കും. ഇങ്ങോട്ട് ആ ഹുക്കുമുണ്ടല്ലോ, അവൻ്റെ തൊള്ളിൽ നിന്ന് വന്ന ഹുക്കുമ്, അവൻ ചെയ്ത ഹുക്കുമ്, ആ ഹുക്കും വാക്കിനോട് ഇങ്ങോട്ട് ഒത്തണോ, സംഗതി ഇങ്ങോട്ടൊക്കെ അത് ഇങ്ങോട്ട് വെക്കും, അത് കാര്യം പറയാം. പക്ഷെ ആ ഭാഗത്ത് കൂടെ എന്ത് ചെയ്യും, അത് ഏറ്റുമാർ ചെയ്തുകൊണ്ടെന്ന് പറയും, സിദുക്ക് എന്നും പറയും. അങ്ങനെ മാറ്റമാണ് ഈ ഹക്ക് സിദുക്കിനിടയിൽ മാറ്റം പറയാം. അത് പ്രകാരം ഇപ്പോൾ മാന സിദുക്കിൽ ഹുക്കുമി, ഹുക്കുമ് സാദിക്കാകുക എന്ന് പറഞ്ഞാൽ മാന മുത്താബക്കത്ത് ഹൂരിൽ വാക്ക്, ഈ വാക്കിനോട് ഓൻ്റെ ഹുക്കും അങ്ങോട്ടൊക്കലാണ്. അപ്പോൾ മാന ഹക്കിയത്തിഹി, ഒരു പിന്നെ ഹുക്കുമ് ഹക്കാകുക എന്ന് പറഞ്ഞതിൻ്റെ മാന മുത്താബക്കത്തിൽ വാക്ക് ചെയ്യാഹു, വാക്ക് ഹുക്കുമിനോട് അങ്ങോട്ടൊക്കുക എന്നുമാണ്. ചെറിയ മാറ്റമുള്ളൂ.